ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിവിഷൻ്റെ ഒരു തയ്യാറെടുപ്പിലല്ലേ, നമ്മൾ മിക്ക ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ റിവിഷൻ്റെ ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ നമ്മൾ ഇന്ന് മോഡേൺ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. നമുക്കറിയാം +2-ലെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് നമ്മുടെ ഡുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയർ, പിന്നെ സെമി കണ്ടക്ടേഴ്സിലുള്ള അത് ഇലക്ട്രോണിക്സ് ആണ്. ഈ 3 ചാപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. എന്താ ഈ മോഡേൺ ഫിസിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അധികം അങ്ങ് ഡെപ്ത് കയറി പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ഐഡിയ ഉണ്ട്, ആ ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് ഡുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയർ. അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ അല്ലേടാ? സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മൾ ഈ ഒരൊറ്റ സെക്ഷനോട് കൂടി എന്ത് ചെയ്യും, ഇതിന്റെ അതായത് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ സെറ്റ് ആക്കുന്ന രീതിയിൽ നമ്മളിത് പഠിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്തിലോട്ട് പോകാം, ചാപ്റ്ററിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയുണ്ട് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. അതായത് റേഡിയേഷൻ ആയിക്കോട്ടെ, മാറ്റർ ആയിക്കോട്ടെ, രണ്ടിനും എന്തുണ്ട്, 2 ഡുവൽ നേച്ചർ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ലൈറ്റ് എടുക്കാണ്. ആ ലൈറ്റിന് എന്തൊക്കെ നേച്ചർ കാണും? ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും കാണും, അതുപോലെ തന്നെ ഏത് നേച്ചറും കാണൂടാ, വേവ് നേച്ചറും കാണും. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, ലൈറ്റിന്റെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ മറ്റ് ചില പ്രോപ്പർട്ടീസ് അതിന്റെ വേവ് നേച്ചർ കൊണ്ടേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ 2 നേച്ചറിനെ പറ്റിയിട്ടും പഠിക്കണം. പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റി അറിഞ്ഞിരിക്കണം, വേവ് നേച്ചറിനെ പറ്റി അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് എന്തിലോട്ട് പോടാ, നമുക്ക് ആദ്യം ഫോട്ടോൺ തിയറിയിലോട്ട് പോകാം. അതിനാദ്യം എന്താ ഫോട്ടോൺ എന്ന് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ലൈറ്റിന്റെ കേസ് പറഞ്ഞില്ലേ, ലൈറ്റിന്റെ കേസ് പറഞ്ഞു. ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഇങ്ങനെ ഒരു വേവ് ആണെന്ന് ഇരിക്കട്ടെ. ഈ ലൈറ്റ് എന്ന് പറയുന്ന ഈ വേവില് ഐൻസ്റ്റീന്റെ ക്വാണ്ടം തിയറി അനുസരിച്ച് എന്താ പറയുന്നതെന്ന് അറിയാവോ? ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ഇൻ ദ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എനർജി ഈസ് കാൾഡ് ഫോട്ടോൺസ്. ലൈറ്റ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവിലായിരിക്കും. ആ വേവ് ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ്, ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി. അതിൻ്റെ അകത്ത് കുറെ എന്തുണ്ടടാ, ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി കാണും. ഇങ്ങനെ ഈ കുറെ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി കൊണ്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു വേവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ആ ഓരോ ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജിയുടെ എന്താണ്, ആ ഒരു ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി വിളിച്ച പേരാണ് എന്താ, ഫോട്ടോൺ എന്നുള്ളത്. അപ്പൊ കുറെ ഫോട്ടോൺസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്താണ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു വേവ് ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ആര് പറഞ്ഞത്, ഐൻസ്റ്റീന്റെ ക്വാണ്ടം തിയറി വെച്ച് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ഫോട്ടോൺ തിയറി മനസ്സിലായല്ലോ. ലൈറ്റ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ എന്തുണ്ടടാ, അത് ഫോട്ടോൺസ് വെച്ച്. ഇനി എന്താ ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി, എനർജിയുടെ ഒരു കുഞ്ഞു പാക്കറ്റ്. അതിനെ വിളിച്ച പേരാണ് എന്ത്, ഫോട്ടോൺ എന്ന് പറയുന്നത്. ആ ഫോട്ടോൺസ് അറേഞ്ച് ചെയ്താണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ആ ഒരു വേവ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഫോട്ടോണിന്റെ എനർജി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ? എനർജിയുടെ വാല്യൂ എന്തായിരിക്കടാ, എനർജി ഈസിക്കൽ ടു നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്ന ഇക്വേഷൻ എന്താ മക്കളെ, ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ എച്ച് ന്യൂ, ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ എച്ച് ന്യൂ. അപ്പൊ ഈ വേവ് ഉണ്ടാക്കിയിരിക്കുന്ന കുറെ ഫോട്ടോൺസ് വെച്ചിട്ടല്ലേ. ഇപ്പൊ ഇവിടെ n നമ്പർ ഓഫ് ഫോട്ടോൺസ് കൊണ്ടാണ് ഈ ഒരു വേവ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കടാ, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൊണ്ടാണ് ഈ ഒരു വേവ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കടാ, n h ന്യൂ എന്ന് വരും. എന്ത് വരുവാടാ, n h ന്യൂ എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ നോട്ട് ചെയ്തേക്കണേ, E ഈസിക്കൽ ടു n h ന്യൂ. ഓക്കെ അല്ലേ? അതായത് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി കൊണ്ടാണ്, അതിന് ആ ഒരു ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി വിളിച്ച പേരാണ് ഫോട്ടോൺ. ആ ഫോട്ടോൺസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ള, ലൈറ്റ് വേവ് ഉണ്ടാക്കിയിട്ടുള്ള. ഒരു ഫോട്ടോണിന്റെ എനർജിയാണ് എച്ച് ന്യൂ എങ്കിൽ n നമ്പർ ഓഫ് ഫോട്ടോൺസ് ആ വേവിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, n h ന്യൂ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, n ഈസിക്കൽ ടു E by h ന്യൂ എന്ന് പറയാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n ഈസിക്കൽ ടു E by h ന്യൂ എന്നുള്ള ഒരു റിലേഷൻ കൂടെ ഓർത്തിരിക്കുക. പക്ഷെ ഇത് വെച്ച് അങ്ങനെ എന്ത് കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ E by h ന്യൂ ആണ്. ഇവിടെ എച്ചിന്റെ വാല്യൂ എന്താ, എച്ച് എന്താണ്, എച്ച് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയാ, 6.6 into 10⁻³ ആണ്. നോട്ട് ചെയ്ത് വെക്കണം. മറ്റേ മകൾ സിനിമയിൽ എച്ച് എന്താ നോക്കുമ്പോൾ ഹൈറ്റ് എന്നൊക്കെ പറയാം. എച്ച് എന്താ നമുക്കറിയാം, എച്ച് എന്താ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.6 into 10⁻³ ആണ്. ഇനി ഫ്രീക്വൻസി ന്യൂവിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ലാംഡയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താ, ന്യൂ ഈസിക്കൽ ടു സി ബൈ ലാംഡ. ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, സി ബൈ ലാംഡ ആണ്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ എഴുതാം, ഇ ഡിവൈഡഡ് ബൈ എച്ച് സി ബൈ ലാംഡ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇ ലാംഡ ബൈ എച്ച് സി എന്ന് എഴുതാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് എന്താണ്, E by h ന്യൂ അല്ലെങ്കിൽ E ലാംഡ ബൈ എച്ച് സി. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഫോട്ടോൺ തിയറി നമ്മൾ ക്ലിയർ ആയി. ഇനി നമ്മൾ അടുത്ത് പോകുന്നത്
ഫോട്ടോണിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോട്ടോണിന്റെ കുറച്ച് പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ആ പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ക്വാണ്ടമാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി വിളിച്ച പേരാണ് ഫോട്ടോൺ. അപ്പൊ എന്താണ്, ഒരു ലൈറ്റ് ക്വാണ്ടമാണ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഈ ഒരു ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താ മക്കളെ, അതിനൊരു ചാർജ് ഇല്ല. അവർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് കനോട്ട് ബി ഡിഫ്ലെക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് നോ ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവത്തില്ല, ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫോട്ടോൺ എന്താന്ന് പറയാടാ, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. ഇനി റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആണെന്ന് അറിഞ്ഞിരിക്കുക. റെസ്റ്റ് മാസ് എന്താ മക്കളെ, 0 ആണെന്ന് അറിഞ്ഞിരിക്കുക. നമുക്കൊരു റിലേഷൻ നമുക്കറിയാം, m is equal to m0 divided by root of 1 minus v square by c square. ഇവിടെ m0 വിളിച്ച പേരാണ് റെസ്റ്റ് മാസ് എന്നുള്ളത്. അപ്പൊ m0 is equal to എന്ത് വരും, m into root of 1 minus v square by c square. ഫോട്ടോന്റെ കേസ് ആവുമ്പോൾ v എന്തിന് ഈക്വൽ ആവും, c ക്ക് ഈക്വൽ ആവും. c യുടെ വാല്യൂ എത്ര, 3 into 10 raised to 8. അപ്പൊ v എന്തിന് ഈക്വൽ ആവും, ഫോട്ടോന്റെ കേസിൽ c ക്ക് ഈക്വൽ ആവും. അപ്പൊ ഈ ഒരു രണ്ട് ടൈംസ് എന്തായി പോടാ, ക്യാൻസൽ ചെയ്ത് 1 വരും. റൂട്ട് ഓഫ് 1 minus 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. m into 0 0 വരും. അങ്ങനെയാണ് റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോന്റെ വാല്യൂ എന്ത് കിട്ടുന്നത്, 0 കിട്ടുന്നത്. ഈ കാര്യം ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കുക. റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. ഇനി ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഐൻസ്റ്റീൻ്റെ റിലേഷൻ പഠിച്ചെന്നല്ലേ, എനർജി മാസ് ഇക്വലൻസ് റിലേഷൻ പഠിച്ചത്. അതായത് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചാൽ എന്താണ്, മാസിനെ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും, എനർജി മാസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ മാസിനെ എനർജി ആക്കുന്ന ഒരു കൺവേർഷനിൽ വരുന്ന റിലേഷൻ ആണ് E = mc². അവിടുന്ന് m = നമുക്ക് എന്ത് കിട്ടൂടാ, E/c² എന്ന് കിട്ടും. m = എന്ത് കിട്ടും, E/c² എന്ന് കിട്ടും. ഇനി ഇക്ക് പകരം എനിക്ക് എന്തിട്ട് കൊടുക്കാം, mc² തന്നെ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിക്കും, ഡിവൈഡഡ് ബൈ c². mc² ഞാൻ എങ്ങനെ എഴുതി, mc into c ഡിവൈഡഡ് ബൈ c². mc എന്ന് പറഞ്ഞാൽ എന്തോ, മാസ് ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റം അല്ലേ. അപ്പൊ pc ഡിവൈഡഡ് ബൈ c². ഈ സിയും പോയാൽ p/c എന്ന് കിട്ടത്തില്ലേ, p/c. അങ്ങനെയാണ് നമുക്ക് മാസ് ഇക്വലൻസിന് അല്ലെങ്കിൽ ഇക്വലന്റ് മാസിന് ഏതൊക്കെ റിലേഷൻ, E/c² എന്ന് പറയുന്ന റിലേഷനും ഉണ്ട്, p/c എന്നുള്ള ഒരു റിലേഷനും ഉണ്ട്. രണ്ട് റിലേഷൻ എന്ത് ചെയ്യണം മക്കളെ, നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ അല്ലേടാ, ഫോട്ടോന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞത് ക്ലിയർ അല്ലേ. അടുത്ത ഒരു ടോപ്പിക്കാണ് പവർ. അതായത് നമ്മൾ എനർജി പറഞ്ഞു, ഇനി നമ്മൾ എന്ത് പറയും, പവർ പറയും. അത് കഴിഞ്ഞ് നമ്മൾ ഇന്റൻസിറ്റിയും പറയും. എന്താ മക്കളെ പവർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു എനർജിയെ ഞാൻ ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം പവർ പറയും. അത് കഴിഞ്ഞ് നമ്മൾ ഇന്റൻസിറ്റിയും പറയും. എന്താ മക്കളെ പവർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു എനർജിയെ ഞാൻ ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം അതായത് ഒരു യൂണിറ്റ് ടൈമില് എത്ര എനർജി ആ ഒരു സോഴ്സ് എന്താ എമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്ത് ആ ഒരു എനർജിയെ വിളിച്ച പേരാണ് എന്ത് മക്കളെ, പവർ എന്ന് പറയുന്നത്. എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ടൈം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, പവർ P = നേരത്തെ എഴുതിയ P മൊമെന്റം ആണ്, ഇവിടെ പവർ ആണ്. അപ്പൊ P = എന്താണ്, E/t. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ഇക്ക് പകരം എനിക്ക് എന്തിട്ട് കൊടുക്കാം, Nhν കൊടുക്കാം. അപ്പൊ Nhν/t എന്ന് എഴുതാം. ഇതാണ് മക്കളെ പവറിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ന്യൂവിന് c/λ ഇട്ട് കൊടുത്താൽ NhcλT. ക്ലിയർ അല്ലേടാ, പവറിന്റെ ഈ ഇത്ര ഇക്വേഷൻസ് ക്ലിയർ അല്ലേ. നോട്ട് ചെയ്ത് വെക്കണേ, കാണാതെ പഠിക്കില്ല, ജസ്റ്റ് മനസ്സിലാക്കി മാത്രമേ പഠിക്കാവൂ. ആദ്യം എനർജി പറഞ്ഞു NH2, ആ എനർജി വിത്ത് റെസ്പെക്ട് ടു ടൈം പറഞ്ഞാൽ അതാണ് എന്ത് മക്കളെ, പവർ എന്ന് പറയുന്നത്. അപ്പൊ Nhν/t ഒന്നും കാണാതെ പഠിക്കണ്ട, ഇവിടെ നിന്ന് തന്നെ നമുക്ക് റിലേഷനിലോട്ട് പോകാം. നമുക്ക് എക്സാമിന് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിക്കാനൊന്നും ചോദിക്കത്തില്ല. പക്ഷെ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്ത നമ്പർ ഓഫ് ഫോട്ടോൺസിന്റെ വാല്യൂ ഒക്കെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ എന്താ, ഇവിടെ ഇല്ലേടാ ഈ n/2 നമുക്ക് ഇപ്പൊ പറഞ്ഞത്, ആ n/tന്റെ റിലേഷൻ ഒന്ന് എഴുതിക്കേ. n/t = എന്ത് കിട്ടും, P ഡിവൈഡഡ് ബൈ hν. ഈ താഴെ വരത്തില്ലേ, P ഡിവൈഡഡ് ബൈ hν എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, Pλ/hc. ഓക്കെ അല്ലേ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എന്നാ ചോദിക്കുന്നെങ്കിൽ n/t ആ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ റിലേഷൻ എന്താണ്, P/hν അല്ലെങ്കിൽ Pλ/hc. ക്ലിയർ അല്ലേ. ഓക്കെ അല്ലേ. n/t = P/hν അല്ലെങ്കിൽ Pλ/hc എന്നുള്ള റിലേഷൻ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് hc അതായത് P = nhc/λt hcയും കോൺസ്റ്റന്റ്, hന്റെ വാല്യൂ 6.63 × 10⁻34, c യുടെ വാല്യൂ 3 × 10⁸. ഓക്കെ അല്ലേ. എങ്കിൽ നമുക്ക് ഈ n/tക്ക് പകരം നമുക്ക് ക്യാപിറ്റൽ N കൊടുക്കാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് വരെ ക്യാപിറ്റൽ N കൊടുക്കാം. അപ്പൊ നമുക്ക് P = എന്തിട്ട് n/λ എന്ന് കിട്ടത്തില്ലേ. ഇവിടെ n എന്താണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു റിലേഷൻ കൂടെ നോട്ട് ചെയ്ത് വെക്കണം മക്കളെ.
പവർ 1 by power 2 P1 by P2 is equal to N1 by lambda 1 into lambda 2 by N2. ഈ റിലേഷൻ അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 by P2 is equal to N1 by N2 into lambda 2 by lambda 1. ഈ റിലേഷൻ അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്ലൈ ചെയ്യാനാണ് ഈ റിലേഷൻ മസ്റ്റ് ആയിട്ട് എൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം. എങ്കിലും ഈ ഒരു റിലേഷൻ നോട്ട് ചെയ്ത് വെക്കാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ചോദിക്കുന്നെങ്കിൽ പി ബൈ എച്ചിന് അല്ലെങ്കിൽ പി ലാംഡ ബൈ എച്ച് സി അവർ റേഷ്യോ ഒക്കെ ചോദിച്ചാൽ എൻ ലാംഡ എവിടെ മാറുന്നത് അതിൻ്റെ പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എച്ച് സി എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? പവർ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയടാ. Monochromatic light of frequency 6 into 10 raised to 14 hertz is produced by a laser. The power emitted is 2 into 10 raised to minus 3 watt. The number of photons emitted per second by the source is. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? n by t. Number of photons emitted per second അല്ലേ ചോദിച്ചിട്ടുള്ള n by t ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്താ n by t ക്ക് പഠിച്ച ഇക്വേഷൻ? n by t is equal to p by h nu അല്ലെങ്കിൽ p lambda by hc. പറഞ്ഞ മക്കളെ, ഇവിടെ ഇതിൽ ഏത് റിലേഷൻ എടുക്കാം? നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ന്യൂ എത്രയാണ്? 6 into 10 raised to 14 hertz ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ടടാ? പവറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. p is equal to 2 into 10 raised to minus 3 watt ആണ്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് റിലേഷൻ ആയിരിക്കും എടുക്കുന്നത്? p by h nu. ലാംഡ ഒന്നും തരാത്തതുകൊണ്ട് n by t is equal to ഏത് റിലേഷൻ എടുക്കും? p by h nu എന്നുള്ള റിലേഷൻ ആയിരിക്കും എടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാടാ? n by t is equal to പവർ എത്രയാണ്? 2 into 10 raised to minus 3 divided by 6.6 into hന്റെ വാല്യൂ അതല്ലേ? 6.6 into 10 raised to minus 34 into ന്യൂ എത്രയാണ്? 6 into 10 raised to 40. ഇവിടെ നിന്ന് 2 6 3 കിട്ടും. ഇനി ഇവിടെ 6.6 ഉം 3 ഉം ഇല്ലേ മക്കളെ? ഓർത്തിരിക്കണേ, 6.6 into 3 എന്നൊരു നമ്മൾക്ക് ഇനി എങ്ങോട്ടുള്ള പല ഇക്വേഷനിൽ എച്ച് സി വരും. അപ്പൊ 6.6 into 3 വന്നാൽ അതിനെ 20 എന്ന് അങ്ങ് എടുക്കണം കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കാതെ 6.6 into 3 ആണെങ്കിൽ അത് 20 ആണ് വാല്യൂ എന്ന് അറിഞ്ഞിരിക്കാം. അപ്പോ 2 ഇവിടെ എന്തൊരു 2 വെട്ടിപ്പോയി. 10 raised to minus 3 divided by 6.6 into 3 20 എന്ന് എഴുതിയാൽ 20 into 10 raised to minus 34 into 10 raised to 14 എത്ര കിട്ടും? 10 raised to minus 20. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് 10 raised to minus 20 മോളിൽ പോകുമ്പോ എന്താവൂടാ? 10 raised to minus 20 മോളിൽ പോകുമ്പോ 10 raised to 17 divided by 20 എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഒരു 0 0 പോയാൽ 10 raised to 16 divided by 0.2 എന്ന് കിട്ടും അല്ലേ? ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 by 2 into 10 raised to 16 എന്ന് എഴുതിക്കട്ടെ. 1 by 2 ന്റെ വാല്യൂ എത്രയാ? 0.5. അപ്പൊ 0.5 into 10 raised to 16 അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാടാ? 5 into 10 raised to 15 എന്ന് എഴുതാം. അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡിന്റെ വാല്യൂ എത്ര കിട്ടും? 5 into 10 raised to 15 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 200 watt sodium street lamp emits yellow light of wavelength 0.6 micrometer. Wavelength തന്നിട്ടുണ്ട് എത്രയാണ്? 0.6 micrometer അല്ലെങ്കിൽ മീറ്ററിൽ പറയുകയാണെങ്കിൽ 0.6 into മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 raised to minus 6 ആണ്. അപ്പൊ 0.6 into 10 raised to minus 6 meter. Assuming it to be 25% efficient in converting electrical energy to light. അതായത് 200 watt ആണ് പവർ. അതിൽ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്രയും 100% എഫിഷ്യൻസി അതിനില്ല. ഇത്രയേ ഉള്ളൂ, 25% എഫിഷ്യൻസി ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 വാട്ടിന്റെ 25% അല്ലേ എഫിഷ്യൻസി ഉള്ളൂ. അപ്പൊ 25 by 100 into 200 ഇത് എത്ര കിട്ടും? 0 0 രണ്ടിടത്തും പോകും. 25 into 2 എത്ര കിട്ടും? 50 watt ആണ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്താ? The number of photons of yellow light it emits per second. അപ്പൊ number of photons emitted per second കണ്ടുപിടിക്കേണ്ട. നമുക്കറിയാം n by t is equal to ഇവിടെ ലാംഡ തമ്മിലുള്ള റിലേഷൻ അല്ലേ തന്നിട്ടുള്ളൂ. അപ്പൊ ഏത് റിലേഷൻ എടുക്കാം? p lambda by hc. അപ്പൊ ഇവിടുന്ന് p യുടെ വാല്യൂ എത്രയാണ്? 50 into ലാംഡ എത്രയാണ്? 0.6 into 10 raised to minus 6 divided by hന്റെ വാല്യൂ എത്രയാ? 6.6 into 10 raised to minus 34. 3യുടെ സിന്റെ വാല്യൂ എന്തോ? 3 into 10 raised to 8. ഓക്കെ അല്ലേ? 6.6 into 3 20 എന്ന് എഴുതാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പോ 15 into 0.6 into 10 raised to minus 6 divided by 20 into 10 raised to minus 34 and 10 raised to 8 കൂടെ എത്ര വരുവാടാ? 10 raised to minus 26. ഈ 0 0 പോയാൽ എനിക്ക് എത്ര കിട്ടും മക്കളെ? എനിക്ക് 5 into 0.6 into 10 raised to minus 6
divided by 2 into 10 raised to minus 26. ഇവിടുന്ന് 2ഉം 0.6ഉം വെട്ടിയ 0.3 0.3 into 5 1.5 ആണ്. 1.5 into 10 raised to minus 6 into 10 raised to minus 26 multiply 10 raised to 26. That is 1.5 into 10 raised to 20 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എത്ര കിട്ടി? 1.5 into 10 raised to 20 കിട്ടി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. കണ്ടോടാ, ക്ലിയർ അല്ലേ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ എന്തോടാ? ഈ സോഴ്സ് എസ് ഈസ് പ്രൊഡ്യൂസിങ്, ഒരു സോഴ്സ് എസ് പ്രൊഡ്യൂസ് ചെയ്യാണ് 10 raised to 15 photons per second of wavelength 5000 ആംസ്ട്രം. 5000 ആംസ്ട്രം ഉള്ളതിൽ എത്രയാണ്? 10 raised to 15 photons ആണ് ഒരു സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അനദർ സോഴ്സ് S2 ഈസ് പ്രൊഡ്യൂസിങ്, ഇത് S1 ആണ്. അനദർ സോഴ്സ് S2 ഈസ് പ്രൊഡ്യൂസിങ് 1.02 into 10 raised to 15 photons per second of wavelength 5100 ആംസ്ട്രം. അപ്പൊ രണ്ട് സോഴ്സ് ഉണ്ട്. S1 എന്ന് പറയുന്ന സോഴ്സ് വേവ് ലെന്ത് 5000 ആംസ്ട്രം വേവ് ലെന്ത് ഉള്ള ലൈറ്റിന്റെ ആണ്. അത് എത്രയാണ്? ഒരു സെക്കൻഡിൽ 10 raised to 15 ഫോട്ടോൺസ് ആണ് എമിറ്റ് ചെയ്യുക. മറ്റൊരു സോഴ്സ് S2 പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ലെന്ത് എന്ന് പറയുന്നത് 5100 ആംസ്ട്രം ആണ്. അത് ഒരു സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോൺ എന്ന് പറയുന്നത് 1.02 into 10 raised to 15 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ആണ്. S2ന്റെ പവറും S1ന്റെ പവറും തമ്മിലുള്ള റേഷ്യോ. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലേ, പവറിന്റെ റേഷ്യോ ചോദിച്ചാൽ എങ്ങനെ എഴുതണ്ടേന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോടാ? നമ്മൾ ഇവിടെ കണ്ടോ, പവറിന്റെ റേഷ്യോ വെച്ച് എഴുതേണ്ടത് പറഞ്ഞില്ലേ? P1 by P2 is equal to N1 by N2 into lambda 2 by lambda 1. ഇത് ഇങ്ങോട്ട് മാറ്റി എഴുതാം കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നോ? P1 by P2 is equal to N1 by N2 into lambda 2 by lambda 1. അപ്പൊ ഇവിടെ ഈ റിലേഷൻ യൂസ് ചെയ്യാലോ. ഇവിടെ നമ്മൾ ഈ റിലേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് P2 by P1 അല്ലേ കണ്ടുപിടിക്കേണ്ട? പവർ ഓഫ് S2 by പവർ ഓഫ് S1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? P2 by P1 is equal to, പറ, നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ് നമ്മൾ ക്യാപിറ്റൽ N ആയിട്ട് എടുത്തത്. അപ്പൊ N2 by N1 into lambda 1 by lambda 2. ഇതല്ലായിരുന്നു നമ്മുടെ റിലേഷൻ. N2 ഇവിടെ എത്ര എന്ന് പറയടാ? N2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.02 into 10 raised to 15 divided by N1 എത്രയാണ്? 10 raised to 15 into lambda 1 എത്രയാ മക്കളെ? 5000 ആംസ്ട്രം അല്ലേ? 5000 ആംസ്ട്രം. രണ്ടിടത്തും ആംസ്ട്രം വേണ്ട, അത് വെട്ടിപ്പോവും, മാറ്റണ്ട. ഡിവൈഡഡ് ബൈ ലാംഡ 2 എത്രയാടാ? 5100. ഇവിടുന്ന് 2 0, ഇവിടുന്ന് 2 0 വെട്ടിപ്പോയി. 10 raised to 15 രണ്ടിടത്തും വെട്ടിപ്പോയി. 1.02 into 15 divided by 51 എന്ന് കിട്ടി. 1.02 into 15 എന്ന് പറഞ്ഞാൽ അത് 51 ആണ്. അപ്പൊ 51 by 51 കിട്ടിയത് എത്ര കിട്ടുവാടാ? 1 എന്ന് കിട്ടും. സോ റേഷ്യോ എത്ര കിട്ടിയടാ? പറഞ്ഞേ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസോളം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്, നമ്മൾ എനർജി പറഞ്ഞു, പവർ പറഞ്ഞു. ഇനി നമ്മൾ ഇന്റൻസിറ്റി എന്താന്നാ പറയുന്നത്? എന്താ മക്കളെ? ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അതായത് എനർജി ഡെലിവറി ചെയ്യുന്നതാണ് എനർജി. E ഈക്വൽ ടു H NH. അത് പെർ യൂണിറ്റ് ടൈമിൽ പറയുകയാണെങ്കിൽ അതായിരുന്നു പവർ. ഇനി പെർ യൂണിറ്റ് ടൈമിൽ പെർ യൂണിറ്റ് ഏരിയയിലെ കേസാ പറയുന്നെങ്കിൽ അതിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഈസ് ദ എനർജി ഡെലിവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അപ്പൊ നമുക്ക് എഴുതാം I is equal to energy divided by area into time. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് I is equal to എനർജിക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നടാ? NH divided by area into time. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. I is equal to എന്തെന്ന് എഴുതാം മക്കളെ? NH by A into T. ഓക്കെ അല്ലേ? ഇത് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. അവിടുന്ന് നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ്, നമ്മൾ പവർ പഠിച്ചപ്പോൾ അവിടുന്ന് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ? അതുപോലെ നമുക്ക് ഇന്റൻസിറ്റിയുടെ കേസിൽ നിന്ന് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്ത് കിട്ടും? N by A into T is equal to I by H nu എന്ന് കിട്ടും. N by A into T is equal to I by H nu, അല്ലെങ്കിൽ I divided by HC by lambda ഇല്ലേ? അത് ഇങ്ങോട്ട് ഇടാം. I lambda by HC എന്നൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. N by number of photons emitted per unit area per unit time എന്നാ ചോദിക്കുന്നെങ്കിൽ I by H nu അല്ലെങ്കിൽ I lambda by HC. ഈ ഒരു റിലേഷൻ എന്ത് ചെയ്യണോടാ? അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഏതിനൊക്കെ ഇക്വേഷൻ പഠിച്ചോ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. നമ്മൾ ഏതിനൊക്കെ ഇക്വേഷൻ പഠിച്ചു? നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്പർ ഓഫ്
ഫോട്ടോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ E/hν. ഓക്കെ അല്ലേ? ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കണം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ P/hν. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ആണെങ്കിൽ എന്തോ ഇക്വേഷൻ I/hν. ഓക്കെ അല്ലേടാ? ഇതൊരു ബോക്സിലാക്കി ഇത് 3 നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ഏത് ചോദിച്ചാലും ഈ റിലേഷൻ ഇങ്ങനെ പഠിച്ചേക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യില്ല, തെറ്റിപ്പോകത്തില്ല. നമ്പർ ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു E/hν. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു P/hν. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു എന്താണ് I/hν. ഈ 3 റിലേഷൻ എന്ത് ചെയ്യണോടാ, നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ. നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും, ഇത് ഇച്ചിരി പൊക്കി വെക്കാം. എന്ത് ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാവോ? ഫോട്ടോണിന്റെ എനർജിയുടെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോണിന്റെ എനർജിയുടെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കി, ഫോട്ടോൺ എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചു എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ hν, അതല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ എനർജി, ഒരു ഫോട്ടോണിന്റെ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെ മാത്രമാണ്, അതിന്റെ ഫ്രീക്വൻസിയെ മാത്രം. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഇന്റൻസിറ്റി അപ്പൊ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത്. വെൻ I ഇൻക്രീസസ്, അതായത് ഇന്റൻസിറ്റി കൂടാന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുകയെന്ന് അർത്ഥം. വെൻ I ഇൻക്രീസസ്, ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ക്രോസിംഗ് എ ഗിവൺ ഏരിയ ഇൻക്രീസസ്. ആ ഒരു ഏരിയയിൽ ഒരു സെക്കൻഡിൽ ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്റൻസിറ്റി കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ I ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N എന്ന് പറയാം. ഇന്റൻസിറ്റി കൂടി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസിന്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അല്ലാതെ ഇന്റൻസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എനർജി ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ഫ്രീക്വൻസിയെ മാത്രം. ഇത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വല്ലതും ചോദിച്ചാലെന്ന് കരുതി 2 പോയിന്റ്സ് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേടാ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ, ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയില്ലേ? ഈ 3 ഇക്വേഷനെ നോട്ട് ചെയ്ത് വെക്കണേ. നമ്പർ ഓഫ് ഫോട്ടോണാ ചോദിക്കുന്നെങ്കിൽ E/hν, അതങ്ങനെ ചോദിക്കാറില്ല. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണെങ്കിൽ P/hν. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ആണെങ്കിൽ I/hν. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് സർഫസ്. അതിന്റെ ഒരു കേസാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ കേസിൽ നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഇങ്ങോട്ട് വരുന്നതാണ് മക്കളെ E/c, തിരിച്ചു പോകുന്നതും എന്താണ് E/c. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വന്ന് വീണത് മൊത്തം എന്ത് ചെയ്യും, തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പൊ ഇങ്ങോട്ട് എത്ര വീണോ അത് ഫുൾ ഇങ്ങോട്ടും പോകത്തില്ലേ? അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് എടുത്താൽ നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷമല്ല, നമ്മൾ എന്താ +1 ലോസ് ഓഫ് മോഷൻ വർക്ക് എനർജി പവർ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഈ ബോൾ വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോണത് അല്ലേ, ഒരു ബാറ്റിൽ ബോൾ വന്ന് ഹിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന കേസ് ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ വന്ന് വീഴുന്ന മൊമെന്റ് mv ആണെങ്കിൽ തിരിച്ചു പോകുന്ന മൊമെന്റ് എന്തായിരുന്നു, -mv ആയിരുന്നു. അപ്പൊ അവിടുന്ന് ചേഞ്ച് ഇൻ മൊമെന്റ് എടുത്തപ്പോൾ -2mv ഒക്കെ കിട്ടിയത് ഓർമ്മയില്ലേ? ഓക്കെ. അതുപോലെ ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റ് എടുക്കുമ്പോൾ എന്തൊരുടാ, ഇങ്ങോട്ട് വീഴുന്നത് E/c, തിരിച്ചു പോണത് E/c. അപ്പൊ E/c മൈനസ് ഓഫ് -E/c ഒരു എത്ര ഇടും, 2E/c എന്ന് കിട്ടും ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി അവിടെ ഫോഴ്സ് എന്ത് കിട്ടും? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. മൊമെന്റം ബൈ ടൈമിനെ വിളിച്ച പേരാണ് എന്ത്, ഫോഴ്സ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള +1. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് എന്ത്, ഇൻ കേസ് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഒന്ന് റിവൈസ് ചെയ്യാം. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് എന്ത്, ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 2E/c എന്ത് ചെയ്യൂടാ, ടൈം വെച്ച് ഡിവൈഡ് ചെയ്യും. 2E/c ടൈം വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ E/t എന്ന് പറഞ്ഞാൽ എന്താ, പവർ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് 2P/c. കണ്ടോ, ഫോഴ്സ് എന്ത് കിട്ടി, 2P/c എന്ന് കിട്ടി. ഇനി റേഡിയേഷൻ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ ഈ ഫോഴ്സിനെ 2P/c എന്ത് ചെയ്യണം, ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 2P/c ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ P/a വരത്തില്ലേ? P/a എന്ന് പറഞ്ഞാൽ എന്താടാ, ഇന്റൻസിറ്റി അല്ലേ? പവറിനെ ഒരു ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി അല്ലേ കിട്ടുന്നത്. അപ്പൊ 2I/c എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്, 2I/c ആണ്. ഇനി പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എത്ര വന്ന് വീണോ അത് ഫുൾ അബ്സോർബ് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് വീഴുന്ന ഫോഴ്സ് എന്ത്, അത് ഫുൾ അബ്സോർബ് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് വീഴുന്ന ഫോഴ്സ് എന്ത് വരും, നമ്മുടെ P/c വരും. E/t പവർ ആണ്, അപ്പൊ P/c വരും. റേഡിയേഷൻ പ്രഷർ എന്ത് വരും, പവർ ബൈ ഏരിയ എന്താണ് നമുക്കറിയാം, ഇന്റൻസിറ്റി ആണ്. അപ്പൊ I/c വരും. അപ്പൊ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേടാ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് നമ്മുടെ റേഡിയേഷൻ പ്രഷറിന്റെ ഇക്വേഷനാണ്. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ 2I/c യും പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് ആണെങ്കിൽ I/c. 2 കേസുകൾ മാത്രം നോക്കിയാൽ മതി, മസ്റ്റ് ആയിട്ട് നോക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അവിടുത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം.
light with an energy flux of 25 into 10 raised to 4 Weber per meter square falls on a perfectly reflecting surface at normal incidence. അപ്പോൾ എനർജി ഫ്ലക്സ് തന്നിട്ടുണ്ട് അല്ലെ. എനർജി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ തന്നിട്ടുള്ളത്? ഇന്റൻസിറ്റിയാ തന്നിട്ടുള്ളത്. ഇന്റൻസിറ്റി എത്ര തന്നിട്ടുണ്ട്? 25 into 10 raised to 4 watt per meter square. If the surface area is 50 centimeter square, area എത്രയാണ്? 15 centimeter square ആണ്. അപ്പൊ അതിനെ നമ്മൾ മീറ്ററിലാക്കണം കേട്ടോ. അപ്പൊ 15 into 10 raised to minus 4 meter square. Then average force exerted on the surface. നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം റേഡിയേഷൻ പ്രഷർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണ്. നമ്മൾ ഇങ്ങോട്ട് ഇവിടെ പഠിച്ചതേ ഉള്ളൂ. റേഡിയേഷൻ പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് ആകുമ്പോൾ 2I/c. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2I/c. അപ്പോ 2 into ഐയുടെ വാല്യൂ എത്രയാ? 25 into 10 raised to 4 divided by സിയുടെ വാല്യൂ എത്രയാ? 3 into 10 raised to 8. ഇതെന്താണ്? റേഡിയേഷൻ പ്രഷറാ. നമ്മളെടുത്ത് ചോദിച്ചത് എന്താ മക്കളെ? ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ആവറേജ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം മക്കളെ? ഇതിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോക്ക്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റേഡിയേഷൻ പ്രഷറിന്റെ കൂടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യണം? ഏരിയ ഇൻഡ്യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ കിട്ടിയ റേഡിയേഷൻ പ്രഷറിന്റെ കൂടെ ഏരിയ ഇൻഡ്യൂ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെ ഒന്ന് ഇൻഡ്യൂ ചെയ്ത് പറഞ്ഞേടാ. ആവറേജ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 2 into 25 into 10 raised to 4 divided by 3 into 10 raised to 8 into ഏരിയ എത്രയാ? 15 into 10 raised to minus 4. അപ്പൊ 15 3 വെട്ടി ഇവിടെ 5 കിട്ടും. കിട്ടത്തില്ലേ? 2 into 5 എന്താ? 10 അല്ലേ? അപ്പൊ 25 into 10 into 10 raised to 4 into 10 raised to minus 4 divided by 10 raised to 8. 10 raised to 4 ഉം 10 raised to minus 4 ഉം വെട്ടിപ്പോയി. അപ്പൊ എത്ര കിട്ടി? 25 into ഇവിടുത്തെ 10 ഉം 10 raised to 8 കൂടെ വെട്ടിയ താഴെ എന്തോ 10 raised to 7 വരും. അത് മുകളിൽ പോകുമ്പോൾ 10 raised to minus 7 വരും. അപ്പൊ പറഞ്ഞേ ആവറേജ് ഫോഴ്സ് എത്ര കിട്ടിയടാ? 25 into 10 raised to minus 7 എന്ന് കിട്ടി. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2.5 into 10 raised to minus 6 എന്ന് എഴുതാം. അതെങ്ങനെ എഴുതുന്നതിന് ഡൗട്ട് ഉള്ളവർ ഇങ്ങോട്ട് നോക്കിയാൽ മതി. 25 into 10 raised to minus 7 എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുന്നത്? ഇവിടെ 2.5 ആക്കണമെങ്കിൽ ഞാൻ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ അപ്പൊ എന്ത് ചെയ്യണം? വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടുവാടാ? ഇവിടെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 വരും. ഇവിടെ എന്ത് വരും? 10 raised to minus 6 എന്ന് വരും. സോ നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് 2.5 into 10 raised to minus 6 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഒരു പാർട്ട്, ആ ഒരു ഫോട്ടോനെ പറ്റിയിട്ടുള്ള മിക്ക കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു ഫോട്ടോന്റെ കേസും ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തത്. ഇനി നമ്മൾ എന്തിലോട്ടാ വരുന്നത്? നമ്മൾ ഇലക്ട്രോൺ എമിഷന്റെ ടൈപ്സിലോട്ടാ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തതാണ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ. ഇലക്ട്രോൺ എമിഷൻ നമ്മൾ എന്താ 3 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് 3 ടൈപ്സ്? തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെ ഉണ്ടല്ലേ തെർമോ, അതായത് ഹീറ്റ്. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, ഹൈ എമൗണ്ടിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് കൊടുത്ത് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എമിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് കൊടുത്താണ് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് എമിഷനെ വിളിച്ച പേരാണ് എന്ത്? തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫീൽഡ് എമിഷൻ. എന്താ അപ്പൊ ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക. അതായത് ഇപ്പൊ അറൗണ്ട് ഒരു 10 raised to 8 വോൾട്ട് പെർ മീറ്റർ ആ ഒരു റേഞ്ചിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യുകയാണ്. ആ ഒരു എമൗണ്ടിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് എന്ത്? ഫീൽഡ് എമിഷൻ. അടുത്തതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ആ പേര് തന്നെയുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോൺ വന്ന് വീഴുന്നു, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. അതായത് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നടാ? വന്ന് ഇടിക്കുന്നു. ഒരു മെറ്റൽ സർഫസിൽ വന്ന് ഇടിക്കുമ്പോൾ അവിടുന്നാണ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് ഫോട്ടോൺ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. അപ്പൊ 3 ടൈപ്പ് എമിഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം കേൾക്കാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ പറ്റിയിട്ടാണ്. അതിന്റെ റിഗാർഡ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് എന്ത് മക്കളെ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നോക്കി. ഫിനോമിന ഓഫ് ഇജക്ഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സഫിഷ്യന്റ്ലി ഹൈ ഫ്രീക്വൻസി ഫാൾസ് ഓൺ ഇറ്റ് ഈസ് കാൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഒന്നുമില്ല, ഇതാണ് ഒരു മെറ്റൽ സർഫസ് എന്നിരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഒരു മെറ്റൽ സർഫസ്. ഇതിലോട്ട് എന്ത് ചെയ്യുന്നടാ? സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് വീഴുന്നു. സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് എന്ത് ചെയ്യുന്നു? വന്ന് വീഴുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എന്ത്?
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന്. ഫിനോമിന ഓഫ് ഇജക്ഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സഫിഷ്യൻലി ഹൈ ഫ്രീക്വൻസി. സഫിഷ്യൻലി ഹൈ ഫ്രീക്വൻസി പറഞ്ഞാൽ ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്, അതിനെ നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ പറയും. ഇറ്റ് ഈസ് കാൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ക്ലിയർ അല്ലേടാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഓക്കെ. ഇവിടെ നമ്മൾ കേൾക്കാൻ പോണ ഒരു ടേമാണ് വർക്ക് ഫംഗ്ഷൻ എന്നുള്ളത്. എന്താ മക്കളെ? വർക്ക് ഫംഗ്ഷൻ എന്നുള്ള ടേം. അതായത് ഇപ്പൊ ലൈറ്റ് വന്ന് വീഴുമെന്ന് പറഞ്ഞല്ലോ, ആ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇതിനൊരു മിനിമം എനർജി ഉണ്ടാവണം, ആ ഒരു സർഫസിന് ഒരു മിനിമം എനർജി ഉണ്ടാവണം എന്ത് ചെയ്യാനാ? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ. അങ്ങനെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് മക്കളെ വർക്ക് ഫംഗ്ഷൻ എന്നുള്ളത്. വർക്ക് ഫംഗ്ഷന്റെ ആ ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുള്ളൂ? അവിടെ നിന്ന് എമിറ്റ് ചെയ്യുള്ളൂ. എമിറ്റ് ചെയ്താലേ അതിന് മൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ എമിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജി വിളിച്ച പേരാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ. മിനിമം എനർജി റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ടു ഒക്കർ, ഇറ്റ് ഈസ് നോൺ ആസ് വർക്ക് ഫംഗ്ഷൻ. അത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് 50. അപ്പൊ ഇത് ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക? ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ആ ഒരു മെറ്റൽ സർഫസിനെ മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യുള്ളൂടാ? നമ്മുടെ വർക്ക് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. CCയത്തിന്റെ വാല്യൂ എത്ര? 2.14 ഇലക്ട്രോൺ വോൾട്ട്. അതാണ് ഏറ്റവും നന്നായിട്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടത്തുന്നത് നടക്കാൻ പറ്റുന്ന എവിടെ? CCയത്തിലാണ്. അതുപോലെ പ്ലാറ്റിനത്തിനാണ് ഹൈ വാല്യൂ, വർക്ക് ഫംഗ്ഷന്റെ ഹൈ വാല്യൂ നമുക്ക് ടെസ്റ്റ് ഉള്ളത് ആർക്കാണ്? പ്ലാറ്റിനത്തിനാണ്. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 5.65 ഇലക്ട്രോൺ വോൾട്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? വർക്ക് ഫംഗ്ഷൻ ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി വർക്ക് ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. 50 ഈസ് ഈക്വൽ ടു h nu 0. ഇതാണ് വർക്ക് ഫംഗ്ഷന്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഇവിടുന്ന് 50 ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ സീറോയ്ക്ക് പകരം c/λ0 ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും വർക്ക് ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ്. 50 ഈസ് ഈക്വൽ ടു h ന്യൂ 0 അല്ലെങ്കിൽ 50 ഈസ് ഈക്വൽ ടു h c/λ0. അപ്പൊ ഈ ന്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇച്ചിരി മുമ്പ് കേട്ടതാ, ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. ന്യൂ 0 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. അതായത് മിനിമം ഫ്രീക്വൻസി, ആ ഒരു മിനിമം ഫ്രീക്വൻസി, ആ വന്നു വീഴുന്ന ലൈൻ ആ ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു ഫോട്ടോ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ λ0 എന്ന് പറഞ്ഞാൽ നോക്ക്, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലേ? ഇവിടുന്ന് 50 എന്ന് പറഞ്ഞാൽ ന്യൂ സീറോയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ല. അതുകൊണ്ട് മിനിമം എനർജി ആയപ്പോൾ മിനിമം ഫ്രീക്വൻസി ആയി. 50 എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലി λ0യ്ക്ക്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മാക്സിമം വേവ് ലെങ്ത് ആണ് λ0. അതായത് മാക്സിമം ആ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം വേവ് ലെങ്ത്, ആ വേവ് ലെങ്തിന് അപ്പുറത്തോട്ടുള്ള ലൈറ്റ് വന്ന് വീണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ത് ചെയ്യില്ല? നടക്കില്ല. അപ്പൊ മാക്സിമം വേവ് ലെങ്തിനെ വിളിച്ച പേരാണ് λ0. മിനിമം ഫ്രീക്വൻസിയെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? ന്യൂ 0. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് നീറ്റ് ലെവലിൽ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ചോദിക്കാമെങ്കിൽ അതിന് ഏറ്റവും ചാൻസ് കൂടുതൽ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് നമുക്ക് പറയാമല്ലോ. അതായത് ഇതാണ് നമ്മുടെ ഒരു മെറ്റൽ സർഫസ്. ഇതെന്താ മക്കളെ? നമ്മുടെ ഒരു മെറ്റൽ സർഫസ് ആണ്. ഇതിലോട്ട് ലൈറ്റ് വന്ന് വീഴുവാണ്. ലൈറ്റ് കണ്ടോ? വന്ന് വീഴുന്നു. ലൈറ്റ് വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി എന്താ മക്കളെ? h nu ആണ്. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു മിനിമം എനർജി വേണം. അതിനെ ഞാൻ വിളിച്ച പേരായിരുന്നു 50. ഈ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുക മാത്രമാണോ ചെയ്യുന്നത്? അല്ല, ഇലക്ട്രോൺ എമിറ്റ് ചെയ്താൽ അത് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ഇവിടെ കൈനറ്റിക് എനർജി വേണ്ടേ? അപ്പൊ ഈ വന്ന് വീഴുന്ന ലൈറ്റ് h nu എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? ആ h nu എന്തൊക്കെയായിട്ട് മാറും? അതിന് എമിറ്റ് ചെയ്യാൻ, ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം എനർജി ആയിട്ടുള്ള വർക്ക് ഫംഗ്ഷൻ ആയിട്ട് മാറും. പിന്നെ എന്തായിട്ട് മാറും? ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത് അതിന് മൂവ് ചെയ്യണ്ടേ? ആ മൂവ് ചെയ്യാനുള്ള മാക്സിമം കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഈ റിലേഷനെയാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. എന്താ അപ്പൊ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് റിലേഷൻ? h nu is equal to 50 plus ke max. ഓക്കെ അല്ലേ? അതായത് വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജിയാണ് h nu എങ്കിൽ ആ h nu ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ വേണ്ടുന്ന മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. എമിറ്റ് ചെയ്യാൻ മാത്രമല്ല അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യുകയും ചെയ്യും. ആ മൂവ് ചെയ്യാൻ വേണ്ടുന്ന മാക്സിമം എനർജി ആയിരിക്കും എന്താ കൈനറ്റിക് എനർജിയാണ്, അതായിട്ട് അത് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം h nu is equal to എന്താ മക്കളെ? 50 plus ke max എന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് പല രീതിയിൽ ഇക്വേഷനെ മാറ്റാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോടാ? h nu is equal to 50ക്ക് നമ്മളൊരു റിലേഷൻ പഠിച്ചില്ലേ? എന്താ? h nu 0 പ്ലസ് കൈനറ്റിക് എനർജി മാക്സ് എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇവിടുന്ന് മാക്സിമം കൈനറ്റിക് എനർജി k max is equal to എങ്ങനെ എഴുതാം? h nu minus h nu 0ക്ക് ഈക്വൽ ആവുന്ന എഴുതിക്കൂടെ? അല്ലെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? h into nu minus nu 0. ഒരു റിലേഷൻ ആയില്ലേ? ആയി.
ഇനി ലാംഡയുടെ ടൈംസിലും പറയാം കെ മാക്സ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ന്യൂവിന് പകരം എന്തിടാം സി ബൈ ലാംഡ മൈനസ് ന്യൂ സീറോയ്ക്ക് പകരം സി ബൈ ലാംഡ സീറോ. അപ്പൊ നമുക്ക് കിട്ടും മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് സി ഇൻറ്റു 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ സീറോ. കണ്ടോ, ഇതും അടുത്തൊരു ഫോർമേഷൻ ആണ്, അതായത് ഇക്വേഷന്റെ വേറൊരു ഫോർമാറ്റിൽ എഴുതിയേക്കുവാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റിലേഷനിലോട്ട് പോവാം. ഇനി നമ്മൾ എങ്ങനെയാണ് റിലേഷനിലോട്ട് പോകുന്നത് നോക്കി. ഇനി നമുക്ക് കൈനറ്റിക് എനർജി മാക്സിമം എന്ത് എഴുതാം, ഹാഫ് എം വി മാക്സ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. മാക്സിമം വെലോസിറ്റി ആണ് വി മാക്സ്. ഹാഫ് എം വി മാക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എച്ച് സി ഇൻറ്റു 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ സീറോ എന്നൊരു റിലേഷൻ കിട്ടി. ഇവിടുന്ന് വി മാക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും ഇവിടെ 2hc ബൈ എം ഇൻറ്റു 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ സീറോ എന്നൊരു റിലേഷൻ കിട്ടില്ലേ. ഇവിടുന്ന് മാക്സിമം വെലോസിറ്റി വി മാക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും ഇവിടെ റൂട്ട് ഓഫ് 2hc by m into 1 by lambda minus 1 by lambda 0. കണ്ടോ, നമ്മൾ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ നിന്ന് മാക്സിമം വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചതാണ് ഈ ഇക്വേഷൻ. വി മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2hc by m into 1 by lambda minus 1 by lambda 0. നമ്മൾ എന്താ ന്യൂയിലും ന്യൂ സീറോ ടൈംസിലും പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, വി മാക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് എഴുതാവേ, വി മാക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുക അപ്പൊ പറയടാ, വി മാക്സ് ഈസ് ഈക്വൽ ടു 2. നമുക്ക് ഇവിടുന്ന് ഈ ഇക്വേഷനിൽ നിന്ന് എഴുതി നോക്കാം. നമുക്ക് കെ മാക്സ് ഈസ് ഈക്വൽ ടു എന്ത് എന്ന റിലേഷൻ, എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ അല്ലേ. അപ്പൊ ഇവിടുന്ന് ഹാഫ് എം വി മാക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ അല്ലേ. ഇവിടുന്ന് വി മാക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ, റിലേഷൻ ഒന്ന് പറഞ്ഞേ, 2h ബൈ എം ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോയുടെ റൂട്ട്. ഓക്കെ അല്ലേ? ഈ റിലേഷനും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേടാ? അപ്പൊ നമ്മള് മാക്സിമം വെലോസിറ്റിക്ക് ന്യൂയിലുള്ളതും അതായത് ഫ്രീക്വൻസിയുടെ ടൈമിലും വേവ് ലെങ്തിന്റെ ടൈംസിലും ഓരോ ഇക്വേഷനിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്താണ് നമ്മുടെ കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജിക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ പല ഫോർമാറ്റിൽ നമ്മൾ റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഈ റിലേഷൻ എല്ലാം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് തന്നെ എഴുതി പോകാൻ പറ്റുന്നേ ഉള്ളൂ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ക്ലിയർ അല്ലേടാ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എച്ച് സി ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാൻ കാണും. 6.6 into 10⁻34 എച്ചിന് ഇട്ട് കൊടുക്കണം, 3 into 10⁸ ആർക്ക് ഇട്ട് കൊടുക്കണം, സിക്ക് ഇട്ട് കൊടുക്കണം. ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോൺ വോൾട്ടിലാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്, എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ ആണ് എനർജി ഇലക്ട്രോൺ വോൾട്ട് 1240 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, ആ വേവ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഇൻ കേസ് നമുക്ക് വേവ് ലെങ്ത് ആംസ്ട്രോമിലാ തന്നിട്ടുള്ള, പക്ഷേ ഇലക്ട്രോൺ വോൾട്ടിൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 12400 ആ ആംസ്ട്രത്തിൽ തന്നിട്ടുള്ള വേവ് ലെങ്ത് കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. ഇതൊരു ഷോർട്ട് കട്ട് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, റെഡ് ബ്ലൂ ഗ്രീൻ ആൻഡ് വയലറ്റ് കളർ ലൈറ്റ്സ് ആർ വൺ ബൈ വൺ മേഡ് ഇൻസിഡന്റ് ഓൺ എ ഫോട്ടോ കാഥോഡ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഓൺലി വൺ കളർ ലൈറ്റ് പ്രൊഡ്യൂസസ് ഫോട്ടോ ഇലക്ട്രോൺസ്. ദാറ്റ് ലൈറ്റ് ഈസ്, അതായത് റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഈ 4 കളർ ലൈറ്റ് എന്ത് ചെയ്യാടാ, ഒരു സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യാം. അങ്ങനെ ഇൻസിഡന്റ് ചെയ്തപ്പോൾ ഇതിലേതോ ഒരു കളറിൽ മാത്രം ഫോട്ടോ ഇലക്ട്രോൺ എന്ത് ചെയ്തു, എമിറ്റ് ചെയ്തു. അതായത് ഒരു കളറിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നു എങ്കിൽ ആ കളർ അല്ലെങ്കിൽ ആ ലൈറ്റ് ഏതായിരിക്കും എന്ന ക്വസ്റ്റ്യൻ. ഇതൊരു കൺസെപ്ഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇതിൽ നമുക്ക് വെബ്ജിയോർ അല്ലേ, ഇതല്ലേ നമ്മുടെ വിസിബിൾ ലൈറ്റിന്റെ ഓർഡർ, വെബ്ജിയോർ. ഇതിന്റെ അടുത്ത് വയലറ്റിൽ നിന്ന് റെഡിലോട്ട് വരുമ്പോൾ വേവ് ലെങ്ത് എന്ത് ചെയ്യും, കൂടും അല്ലെ, വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ പറയാം, ഗ്രീൻ കളർ ലൈറ്റ് വന്ന് വീണപ്പോൾ ജസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഗ്രീൻ കളറിനാണ് എന്തുള്ളത്, വർക്ക് ഫംഗ്ഷൻ ഉള്ളത്. അതുകൊണ്ട് ജസ്റ്റ് അതിന്റെ വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ അപ്പൊ തന്നിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ ജസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നത്. അപ്പൊ 50 എന്ന് പറഞ്ഞാൽ എന്താ, hc/λ0. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടത്താനുള്ള മാക്സിമം വേവ് ലെങ്ത് ആരുടെയാണ്, ഗ്രീൻ ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് അല്ലെ. ഗ്രീൻ ലൈറ്റിന്റെ വേവ് ലെങ്ത് വരെ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ യെല്ലോയ്ക്കും ഓറഞ്ചിനും റെഡിനും എന്താണ്, ഗ്രീനിനേക്കാളും വേവ് ലെങ്ത് കൂടുതലല്ലേ. ഗ്രീൻ ലൈറ്റിന്റെ വേവ് ലെങ്ത് വരെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ള 3 ലൈറ്റ് വന്ന് വീണെന്നും പറഞ്ഞ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കോ, ഇല്ല. അപ്പൊ ഇവിടെ ഈ 3 പേർക്ക് നടക്കത്തില്ല. പിന്നെ ആർക്കൊക്കെ നടക്കാം എന്ന് വെച്ചാൽ ആർക്കൊക്കെ നടക്കാം, വയലറ്റിന് എന്തായാലും നടക്കും, ഇൻഡിഗോയ്ക്ക് നടക്കും, ബ്ലൂവിനും നടക്കും.
ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇവിടെ ആരൊക്കെയാ വരുന്നത്? റെഡ് വരുന്നുണ്ട്. ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് മക്കളെ? റെഡ് വരുന്നുണ്ട്. പിന്നെ ആരുണ്ട്? ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വയലറ്റ് ഉണ്ട്. ഈ 4 ലൈറ്റ് വന്ന് വീണപ്പോൾ ഒരാൾക്കേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നോളെന്ന് പറഞ്ഞാൽ അത് ആരാവണോടാ? വയലറ്റ് അല്ലേ ആവുള്ളൂ. ഇപ്പൊ റെഡിന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നോളൂ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വേവ് ലെങ്ത് കുറവാ ഗ്രീനും ബ്ലൂ വയലറ്റും. അതിന് അപ്പൊ എന്തായാലും നടക്കും. അപ്പൊ ഒരാൾക്ക് മാത്രമേ നടന്നോളൂ എന്ന് പറഞ്ഞാൽ അത് ആരേ ആവാൻ പാടുള്ളൂ? വയലറ്റ് മാത്രമേ ആവാൻ പാടുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും വയലിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാ. അപ്പൊ ബാക്കി ആർക്കും അപ്പം നടക്കത്തില്ല. സോ നമുക്ക് പറയാം ഇവിടെ ഒരു ലൈറ്റിനെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു ലൈറ്റിനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നോളെങ്കിൽ അത് ആരായിരിക്കും? ആ തന്നിട്ടുള്ളതിൽ ആർക്കാണോ വേവ് ലെങ്ത് ഏറ്റവും കുറവ് ആ ആളായിരിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വിധേയമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ ആരായിരിക്കും? ഇവിടെ വയലറ്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ അല്ലേടാ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് 620 നാനോമീറ്റർ ലൈറ്റ് റേഡിയേഷൻ ഗീവ്സ് ജസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇവിടെയും പറഞ്ഞിട്ടുണ്ട് 620 നാനോമീറ്റർ ഉള്ള ലൈറ്റ് എന്ത് ചെയ്തു? ജസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ തന്നിട്ടുള്ള? വർക്ക് ഫംഗ്ഷനാ തന്നിട്ടുള്ള. അതായത് 620 നാനോമീറ്റർ ലൈറ്റ് ആണ് വർക്ക് ഫംഗ്ഷന്റെ എനർജി ക്യാപ്സ് എന്താ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേവ് ലെങ്ത്. അപ്പൊ ഇവിടെ നമുക്ക് വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിച്ചൂടെ? വർക്ക് ഫംഗ്ഷൻ എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. വേവ് ലെങ്ത് നാനോമീറ്ററിലല്ലേ തന്നത്? നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എനർജി അല്ലേടാ. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിൽ വർക്ക് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നാനോമീറ്ററിലായതുകൊണ്ട് 1240 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? വേവ് ലെങ്ത് നാനോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? അപ്പൊ 1240 ഡിവൈഡഡ് ബൈ ലാംഡ എത്ര മക്കളെ? 620. അപ്പൊ ഇതും വെട്ടുമ്പോ 2 കിട്ടും, 0 പോവും. എത്ര കിട്ടും? 2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ് ഇവിടെ? 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. Find out maximum kinetic energy of emitted photoelectron when 62 nanometer wavelength light radiations are incidental. അതായത് എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? മാക്സിമം കൈനറ്റിക് എനർജിയെ കണ്ടുപിടിക്കേണ്ട. എന്തോ പറഞ്ഞിട്ടുള്ള വന്ന് അടിക്കുന്നത് ഇതായിരുന്നു നമ്മുടെ സർഫസ്. ഈ സർഫസിൽ വന്ന് വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് 62 നാനോമീറ്റർ ആണെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം പറഞ്ഞിട്ടുള്ള. അപ്പൊ വന്ന് വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അവിടുത്തെ ആ ലൈറ്റിന്റെ എനർജി കണ്ടുപിടിച്ചൂടെ? എനർജി ഈസ് ഈക്വൽ ടു, അതായത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, ഇതും നാനോമീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1240 ഡിവൈഡ് ബൈ ലാംഡ നാനോമീറ്റർ ഇക്വേഷൻ എടുക്കാം. അപ്പൊ 1240 ഡിവൈഡഡ് ബൈ 62 ഇതും വെട്ടുമ്പോ 20 ഇട്ട് എത്ര കിട്ടും മക്കളെ? 20 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എനർജി എത്ര കിട്ടി? 20 ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് മാക്സിമം കൈനറ്റിക് എനർജി കെ മാക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരുവാടാ? ഇ മൈനസ് 50 എടുത്താൽ പോരെ? അതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു എന്താണ്? കെ മാക്സ് പ്ലസ് 50 ആണ്. അപ്പൊ കെ മാക്സ് ഈസ് ഈക്വൽ ടു എന്ത് എടുത്താൽ മതി? ഇ മൈനസ് 50. അപ്പൊ ഇ എത്രയാണ്? 20 മൈനസ് 2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 18 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജി എത്രയാ മക്കളെ? 18 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി ഇത് ജൂളിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 18 ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 ഇൻറ്റു 10⁻⁻⁹ ചെയ്താൽ മതി. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Light of two different frequencies whose photons have energy 1 electron volt and 2.5 electron volt successively illuminate a metal of work function 0.5 electron volt. The ratio of maximum speeds of the emitted electrons will be. അപ്പോൾ maximum speed ന്റെ ratio ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ maximum speed കണ്ടുപിടിക്കണമെങ്കിൽ maximum kinetic energy കണ്ടുപിടിക്കണം ഓരോന്നിലും അല്ലേ? ആദ്യം ഫസ്റ്റ് ഫ്രീക്വൻസിയിലെ K max കണ്ടുപിടിക്കാം. K max 1 is equal to എന്താണ്? E minus 50 അല്ലേ? E എത്രയാണ് ഇവിടെ? ഫസ്റ്റിന്റെ ആകുമ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി. 1 മൈനസ് 50 എത്രയാ? 0.5. എത്ര കിട്ടും? 0.5. സെക്കൻഡിന്റെ മാക്സിമം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാലോ. കെ മാക്സ് 2 ഈസ് ഈക്വൽ ടു അവിടെ ഇ എത്രയാണ്? 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. മൈനസ് വർക്ക് ഫംഗ്ഷൻ മാറുന്നില്ല 0.5. അപ്പൊ എത്ര കിട്ടും? 2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കെ മാക്സ് 1 ബൈ കെ മാക്സ് 2 എന്ന് പറഞ്ഞാൽ എന്താടാ? 0.5/2 എന്ന് കിട്ടിയില്ലേ? അതായത് എത്ര കിട്ടൂടാ? 1/4 എന്ന് കിട്ടും. ഇനി നമുക്ക് മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ കൈനറ്റിക് എനർജി മാക്സിമം സ്പീഡിന്റെ ടൈംസിൽ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? ഹാഫ് എം വി മാക്സ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് എം വി മാക്സ് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. ഹാഫും വെട്ടിപ്പോവും. നമുക്ക് എങ്ങനെ എഴുതാടാ? വി മാക്സ് 1 ബൈ വി മാക്സ് 2 the whole square is equal to 1/4 എന്ന് കിട്ടും. V max 1 divided by V max 2 is equal to എന്ത് കിട്ടും? ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 1/2 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരെടാ? ഓപ്ഷൻ സി 1:2 is the right answer. ഓക്കെ അല്ലേ? അടുത്തത്
When energy of light radiation is doubled, then maximum kinetic energy of emitted photoelectron will be. അതായത് നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പ്രകാരം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഫൈവ് സീറോ ആണ്. ഇത് ഫസ്റ്റ് കേസ്. ഇതാണ് നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എനർജി ഓഫ് ലൈറ്റ് റേഡിയേഷൻ എന്ത് ചെയ്തു? ഡബിൾ ആക്കി. എനർജി എന്താക്കി? ഡബിൾ ആക്കി. അതായത് ഇ എന്തായി മാറി മക്കളെ? 2E ആയി മാറി. എങ്കിൽ എന്താണ് കൈനറ്റിക് എനർജി എത്രയാവുമെന്നാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. പുതിയ കൈനറ്റിക് എനർജി കെ ഇ ഡാഷ് ഇസിക്കൽ ടു ഇക്ക് പകരം എന്താണ്? 2E ആയി അല്ലെ? 2E മൈനസ് എന്ത് വരും ഇവിടെ? 50 എന്ന് വരും. ഓക്കെ അല്ലെ? 2E മൈനസ് 50 എന്ന് വരും. ഇവിടെ ഇക്ക് പകരം ഈ ഇക്വേഷനിൽ നമുക്ക് ഇക്ക് പകരം എന്തിട്ട് കൊടുക്കാം? കെ ഇ പ്ലസ് 50 എന്ന് കൊടുത്തൂടെ? കൊടുക്കാം. 2 into കെ ഇ പ്ലസ് 50 മൈനസ് 50. ദാറ്റ് ഈസ് കെ ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 2KE പ്ലസ് 250 മൈനസ് 50. ഇവിടുന്ന് എന്ത് കിട്ടൂടാ? 2KE പ്ലസ് 50 എന്ന് വരത്തില്ലേ? അതായത് കൈനറ്റിക് എനർജി എന്താവും? ഡബിളും ആവും. പിന്നെ കൈനറ്റിക് എനർജി എന്താവും? ഡബിളും ആവും. പിന്നെ അതിന്റെ എക്സ്ട്രാ കൂടെ എന്തുകൂടെ വരും? ഒരു വർക്ക് ഫംഗ്ഷൻ കൂടെ വരും. അപ്പൊ നമുക്കറിയാം ഡബിളിനേക്കാളും കുറച്ചുകൂടെ കൂടും അല്ലെ? നമ്മുടെ എനർജി ഡബിൾ ആക്കി കൈനറ്റിക് എനർജി ഡബിൾ ആവുന്നതിനേക്കാളും കുറച്ചുകൂടെ എന്ത് ചെയ്യും? ഒന്ന് കൂടുകയും ചെയ്യും. അപ്പൊ ആൻസർ എന്ത് വരും? ഗ്രേറ്റർ ദാൻ ദ ഡബിൾ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തതാണ് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. നമ്മളിപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്നും അതുപോലെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഒക്കെ പഠിച്ചു അല്ലെ? ഇനി നമുക്ക് ഈ ചില ഫാക്ടേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുന്ന ചില ഫാക്ടേഴ്സ് എന്ത് ചെയ്യാൻ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാൻ പോകണം. അതിൽ ഒന്നാമത്തേതാണ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടറാണ് ഫ്രീക്വൻസി. മൂന്നാമത്തെ ഫാക്ടറാണ് ആനോഡ് പൊട്ടൻഷ്യൽ. ഈ 3 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ അഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മളൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ നമ്മൾ ടെസ്റ്റിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ? ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പറഞ്ഞു പോവാം. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്തുണ്ടടാ? ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഒരു കോർട്സ് വിൻഡോ ഉണ്ട്. ആ കോർട്സ് വിൻഡോയിലൂടെയാണ് എന്ത് വരുന്നത്? ലൈറ്റ് വന്ന് വീഴുന്നത്. ഓക്കെ അല്ലെ? ആ കോർട്സ് വിൻഡോയിലൂടെ എന്ത് വന്ന് വീഴുന്നു? ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് വന്ന് വീഴുന്ന ഈ സി എന്ന് പറയുന്ന ഈ പ്ലേറ്റിലെ ഈ പ്ലേറ്റിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? എമിറ്റർ പ്ലേറ്റ്. എന്ത് മക്കളെ? എമിറ്റർ പ്ലേറ്റ് എന്ന് വിളിച്ചു. ഇവിടെ എ എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് കണ്ടോടാ? ഇതിനെ വിളിച്ച പേരാണ് കളക്ടർ പ്ലേറ്റ്. ഓക്കെ അല്ലെ? രണ്ട് എന്താണ് ഇലക്ട്രോഡ് ഉണ്ട്, ഒരു എമിറ്റർ റോഡ് ഉണ്ട്, ഒരു കളക്ടർ പ്ലേറ്റും ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ലൈറ്റ് വന്ന് ഈ ഒരു കളക്ടർ പ്ലേറ്റിൽ വന്ന് വീഴുമ്പോൾ ഈ കളക്ടർ പ്ലേറ്റ് എന്ന് പറയുന്ന കളക്ടർ അല്ല എമിറ്റർ പ്ലേറ്റിൽ വന്ന് വീഴുമ്പോൾ ഈ എമിറ്റർ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താടാ? ഹൈലി ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. കാരണം ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിൽ ഒരു സർഫസിൽ വന്ന് വീണാലേ അവിടെ നിന്ന് എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു സോഴ്സിൽ നിന്ന് ലൈറ്റ് എന്ത് ചെയ്യുന്നടാ? ഈ ഒരു എമിറ്റർ പ്ലേറ്റിൽ വന്ന് വീഴും. എമിറ്റർ പ്ലേറ്റിൽ വന്ന് വീഴുമ്പോൾ അത് എന്താണ്? ഫോട്ടോ സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് ചെയ്യടാ? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് എന്ത് ചെയ്യടാ? ഇങ്ങോട്ട് വരും. ഓക്കെ അല്ലെ? ഇലക്ട്രോൺസ് അവിടെ നിന്ന് എമിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എന്ത് ചെയ്യടാ? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യും? ഈ കളക്ടർ പ്ലേറ്റ് വന്ന് വീഴും. അപ്പൊ കളക്ടർ പ്ലേറ്റിന് പേര് വന്ന് എന്തുകൊണ്ട്? ആ ഒരു ഇലക്ട്രോൺസ് മൊത്തം കളക്ട് ചെയ്യുന്നത് ഏതാ? ഈ എ എന്ന് പറയുന്ന പ്ലേറ്റിലെ. അതുകൊണ്ടാണ് ഇത് കളക്ടർ പ്ലേറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്ലേറ്റ് ഏതാ? സി എന്ന് പറയുന്ന പ്ലേറ്റ് അല്ലേ? സോ ഇറ്റ്സ് നോൺ ആസ് എമിറ്റർ പ്ലേറ്റ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ബാക്കി ഇത് നോക്കുകയാണെങ്കിൽ അതൊരു കമ്മ്യൂട്ടേറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താ കമ്മ്യൂട്ടേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പൊളാരിറ്റി റിവേഴ്സ് ആക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കറണ്ട് മെഷർ ചെയ്യാൻ ഒരു മൈക്രോ അമ്മീറ്റർ ഉണ്ട്, പിന്നെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് ഇതൊക്കെ കാണാം. ഇനി ഇനിഷ്യലി നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം ഇനിഷ്യലി ഈ എമിറ്റർ പ്ലേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യലും കളക്ടർ പ്ലേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനിഷ്യലി എന്താണ്? എമിറ്റർ പ്ലേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യലും കളക്ടർ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് പൊട്ടൻഷ്യലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇലക്ട്രോൺസ് എന്ത് ചെയ്യടാ? ഈ ഒരു കളക്ടർ പ്ലേറ്റ് വന്ന് വീണോണ്ടേ ഇരിക്കത്തില്ലേ? ഇലക്ട്രോൺസ് ഇങ്ങനെ വീഴുന്നതിനനുസരിച്ച് കളക്ടർ പ്ലേറ്റിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേ ഇരിക്കത്തില്ലേ? അപ്പൊ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടി പോകുന്നതനുസരിച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? വന്ന് വീണോണ്ടേ ഇരിക്കും. അങ്ങനെ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് വന്ന് വീണോണ്ടിരിക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ വിളിച്ച പേര്, ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്ത കറണ്ടിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഫോട്ടോ കറണ്ട്. ഓക്കെ അല്ലെ? ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ആ ഒരു എമിറ്റർ പ്ലേറ്റിൽ വന്ന് ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് കളക്ടർ പ്ലേറ്റിലോട്ട് വീഴുന്നു. ആ വന്ന് പോകുമ്പോൾ
ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് മക്കളെ ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അങ്ങനെ ഈ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ ഇലക്ട്രോൺസ് വന്ന് വീഴുന്നതും കൂടില്ലേ, അങ്ങനെ കൂടി 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 ഇലക്ട്രോൺസ് വന്ന് വീഴുന്ന കൂടി അവിടെ ആ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ആയിട്ടുള്ള ഫോട്ടോ കറണ്ടും കൂടത്തില്ലേ? അങ്ങനെ ഫോട്ടോ കറണ്ട് കൂടി കൂടി ഫോട്ടോ കറണ്ട് എന്തെത്തും, ഒരു മാക്സിമം വാല്യൂ എത്തും. ഫോട്ടോ കറണ്ട് എന്തെത്തോടാ, പോസിറ്റീവ് പൊട്ടൻഷ്യലൊക്കെ കൂടി ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യും, കറണ്ടിന് ഒരു മാക്സിമം വാല്യൂ വരും. ആ മാക്സിമം വാല്യൂ വിളിച്ച പേരാണ് സാച്ചുറേഷൻ കറണ്ട്. എന്താ മക്കളെ? സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ അല്ലെ? സാച്ചുറേഷൻ കറണ്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെന്റൻസ് വായിച്ചു നോക്കാം. ഇത് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഓർ കോട്സ് ട്യൂബ് ഫിറ്റഡ് വിത്ത് 2 സിങ്ക് ഇലക്ട്രോഡ് സി ആൻഡ് എ. നമ്മൾ കണ്ടു ഇത് സി, ഇത് എ. ഇത് ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ടു ദ റെസ്പെക്റ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി. കണ്ടോ, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എ വേരി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് അക്രോസ് ദി 2 ഇലക്ട്രോഡ്സ്. ഈ 2 ഇലക്ട്രോണിന് അക്രോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വേരി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. When UV radiations falls on the plate C, electrons are emitted from it and these electrons are collected by A. UV radiations എന്ത് ചെയ്യുന്നു, ഈ ഒരു എമിറ്റർ പ്ലേറ്റിൽ വന്ന് വീഴുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. അത് ആര് കളക്ട് ചെയ്യുന്നു, കളക്ടർ പ്ലേറ്റ് കളക്ട് ചെയ്യുന്നു. The photoelectric current flows in the circuit and is measured with the sensitivity ammeter. ഇവിടെ ഇപ്പൊ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ്മെന്റ് നടന്നുകൊണ്ട് ഈ ഫോട്ടോ ഇലക്ട്രോൺസ് ഒരു ഫോട്ടോ ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാനാണ് ഈ മൈക്രോ അമ്മീറ്റർ ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലെ? അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്താൽ അതിന്റെ ഒരു മാക്സിമം വാല്യൂ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് എത്തും. ആ കറണ്ടിനെ വിളിച്ച പേരാണ് സാച്ചുറേഷൻ കറണ്ട് എന്നുള്ളത്. ക്ലിയർ അല്ലേടാ? ഓക്കെ, ഇനി നമ്മുടെ കമ്മ്യൂട്ടേറ്ററിന്റെ ജോലി എന്തെന്ന് നമ്മൾ പറഞ്ഞത്, പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുക എന്നാ പറഞ്ഞത്. പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവൂടാ, നെഗറ്റീവ് ആവും. ഇവിടെ എന്താവും, പോസിറ്റീവ് ആവും. ഇത് നെഗറ്റീവ് ആയ ഈ ഇലക്ട്രോൺസ് ഇവിടെ വന്ന് വീഴോ? ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് വീഴോടാ? ഇല്ല, ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തില്ല, ഇവിടെ വന്ന് വീഴത്തില്ല. അങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് വീഴാതിരിക്കാൻ ഞാൻ ഈ കൊടുത്തൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇല്ലേ ഇതിന് അക്രോസ്, ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വിളിച്ച പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താ മക്കളെ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താ, ഞാൻ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് വീഴില്ല. ഇലക്ട്രോൺസ് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്ത ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഉണ്ടാവത്തില്ല. അതായത് അവിടുത്തെ കറണ്ടിന്റെ വാല്യൂ എന്താവും, 0 ആവും. അപ്പൊ കറണ്ടിന്റെ വാല്യൂ 0 ആക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത ആ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ്. അതിന്റെ വേറൊരു പേരാണ് മക്കളെ കട്ട് ഓഫ് വോൾട്ടേജ്. ഓക്കെ അല്ലെ? നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് വിളിക്കും. അപ്പൊ സാച്ചുറേഷൻ കറണ്ട് മനസ്സിലായി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മനസ്സിലായി. ക്ലിയർ അല്ലേ? നമുക്ക് ഇത് ആനോഡ് പൊട്ടൻഷ്യലിന്റെ ഫിഗർ വെച്ചൊന്ന് പറയാം. സിറ്റി അവിടെ നിൽക്കട്ടെ, ഫ്രീക്വൻസി അവിടെ നിൽക്കട്ടെ. ഇതല്ലേ ആനോഡ് പൊട്ടൻഷ്യൽ. ഇവിടെ കണ്ടോ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഫോട്ടോ കറണ്ട് ഐ ഇൻക്രീസസ് ഗ്രാജുവലി വിത്ത് ഇൻക്രീസിംഗ് ആക്സിലറേറ്റിംഗ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ വി ഓഫ് ദി കളക്ടർ പ്ലേറ്റ്. നമ്മൾ പറഞ്ഞ ആ ഒരു കളക്ടർ പ്ലേറ്റിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി കൂടി വരുമായിരുന്നു. ഫോർ എ സർട്ടൻ ആക്സിലറേറ്റിംഗ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ വി ഓഫ് ദി കളക്ടർ പ്ലേറ്റ് ഇത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കംസ് മാക്സിമം വിച്ച് ഈസ് കാൾഡ് സാച്ചുറേഷൻ കറണ്ട്. ഒരു സർട്ടൻ ആക്സിലറേറ്റിംഗ് പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ കറണ്ട് എത്തുന്നു, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം വാല്യൂയിൽ എത്തുന്നു. ആ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ, സാച്ചുറേഷൻ കറണ്ട്. ദെൻ ഇനി പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്, then we apply certain retarding negative potential to the plate. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു. ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് കൊടുത്തു, പ്ലേറ്റ് എക്ക് കൊടുത്തു with the help of commutator G. When we apply negative potential to the collector plate at a certain value of negative potential, the photoelectric current becomes 0. ഒരു certain value നെഗറ്റീവ് പൊട്ടൻഷ്യൽ എത്തിയപ്പോൾ അല്ലെങ്കിൽ ആ ഒരു certain value നമ്മൾ എന്തിനു കൊടുത്തപ്പോൾ, ആ ഒരു കളക്ടർ പ്ലേറ്റിന് കൊടുത്തപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അവിടെ എന്തായി മാറി, 0 ആയിട്ട് മാറി. അങ്ങനെ 0 ആയിട്ട് മാറുന്ന ആ പൊട്ടൻഷ്യലിനെ വിളിച്ച പേരായിരുന്നു എന്ത് മക്കളെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്തായിരുന്നു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലെ? അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ക്ലിയർ ആയി. അതുപോലെ തന്നെ എന്താണ്, സാച്ചുറേഷൻ കറണ്ട് ക്ലിയർ ആയില്ലേ? ഇവിടെ നോക്കി ഈ ഫിഗർ കണ്ടോ, കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കൂടി കൂടി വന്നു. ഇവിടെ എത്തിയപ്പോ കണ്ടോ സാച്ചുറേഷൻ കറണ്ട് ആയി. അതാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പാരലൽ ആയിട്ട് വന്നു, പിന്നെ കൂടത്തില്ല. ഇതാണ് എന്ത് മക്കളെ, സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാം. ഇനി കറണ്ട് 0 ആയി, കണ്ടോ ഇവിടെ എത്തിയപ്പോ എന്തായി, കറണ്ട് 0 ആയി. അതിനെ വിളിച്ച് ഇതിനെ ഈ ഒരു V0 വിളിച്ച പേരാണ് എന്ത് മക്കളെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ളത്. അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മനസ്സിലായി, സാച്ചുറേഷൻ കറണ്ട് മനസ്സിലായി. ഇനി നമ്മൾ ഇവിടെ വേറെ കാര്യങ്ങൾ പറയുന്നത് എന്തോ, കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജി നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ടേംസിലാണെങ്കിൽ ഈ V0 എന്ന് എഴുതാം. അപ്പൊ ഈ V0 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്, ഹാഫ് എം വി മാക്സ് സ്ക്വയറിന് ഈക്വലാണ്. അവിടെ നമ്മൾ ഹാഫ് എം വി മാക്സ് സ്ക്വയറിന് പഠിച്ച ബാക്കി ഇക്വേഷൻ ആണ് h × nu - nu 0 hc × 1/λ - 1/λ 0.
അപ്പൊ കൈനറ്റിക് എനർജിയുടെ എല്ലാ ഇക്വേഷൻസും കൂടെ ചേർത്ത് ഇവിടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കൈനറ്റിക് എനർജി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ടൈംസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ V0 എന്ന് എഴുതാം. അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റിയുടെ ടൈംസിലാണെങ്കിൽ ഹാഫ് എം വി മാക്സ് സ്ക്വയർ, അല്ലെങ്കിൽ h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ, അല്ലെങ്കിൽ h c ഇൻറ്റു 1/λ മൈനസ് 1/λ0. ഓക്കെ അല്ലേ? ആനോഡ് പൊട്ടൻഷ്യലിന്റെ അഫക്റ്റിംഗ് ക്ലിയർ ആയല്ലോ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി രണ്ട് ടൈംസ് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും. വളരെ എളുപ്പമാണ്, നോക്കിയിരിക്കുക. അപ്പൊ ഇന്റൻസിറ്റി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്റൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോടാ? എന്തായിരുന്നു ഇക്വേഷൻ? ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ടൈം ആണെന്നും Nhν/T ആണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ I ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N/T എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? കാരണം എന്താ, ഒരു സെക്കൻഡ്, ഒരു യൂണിറ്റ് സെക്കൻഡിലെ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ അവിടെ അത്രയും ഇന്റൻസിറ്റി കൂടുമെന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പം ഇന്റൻസിറ്റി ആരെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡിനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് കൂടിയാൽ അവിടെ എന്ത് ചെയ്യൂടാ? ഇന്റൻസിറ്റി കൂടും. അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുമെന്ന് പറയാം? നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് കൂടുമെന്ന് നമുക്ക് പറയാം. അപ്പം ഇവിടെ ഇന്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രോൺസ് അല്ലേ. ഫോട്ടോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? കൂടുവാണ്. ഓക്കെ അല്ലേ? അങ്ങനെ ഫോട്ടോ ഇലക്ട്രോൺസ് കൂടുവാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോ കറണ്ടും എന്ത് ചെയ്യോടാ? കണ്ടോ, ഇങ്ങനെയാണ് ഈ റിലേഷൻ. ഇന്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് എന്ത് കൂടും. അത് കൂടുമ്പോൾ എന്ത് ചെയ്യൂടാ? അവിടെ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. ഫോട്ടോ ഇലക്ട്രോൺസ് കൂടിയ ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് ഫോട്ടോ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന. ഫോട്ടോ കറണ്ടും എന്ത് കൂടും. അപ്പൊ നമുക്ക് ഫൈനലി എന്ത് പറയാം? ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട് എന്ന് പറയാം. ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഫോട്ടോ കറണ്ട് തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് ഗ്രാഫാണ്? ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും. കണ്ടോ, ഇതായിരിക്കും നമ്മുടെ ഗ്രാഫ്. ഈ ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഇന്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഫ്രീക്വൻസി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാ പറയുന്നത്. എന്താ മക്കളെ? ഫ്രീക്വൻസി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? hν ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ വെച്ചിട്ടുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മുടെ ഐൻസ്റ്റീൻസ് ഇലക്ട്രിക് ഇക്വേഷൻ വഴി, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വഴി നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസിക്കൽ ടു എന്താ മക്കളെ? hν - ϕ0 ആണ്. കൈനറ്റിക് എനർജി ഈസിക്കൽ ടു hν - ϕ0 ആണ്. ഇതിന് ഞാൻ y ഈസിക്കൽ ടു mx + c, അതായത് എന്താണ് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷന്റെ ഫോമിൽ എഴുതിയാൽ എനിക്ക് ഇവിടുന്ന് y കൈനറ്റിക് എനർജി, y ആക്സിൽ കൈനറ്റിക് എനർജി തന്നെയല്ലേ കൊടുത്തത്? എക്സിന് പകരം ന്യൂ, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി തന്നെയല്ലേ കൊടുത്തത്? ഇവിടെ m കണ്ടോ? m എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോടാ? സ്ലോപ്പ് ആണ്. ഇവിടെ സ്ലോപ്പിന് വരെ എനിക്ക് എന്താ ഉള്ളത്? h അല്ലേ. എമ്മിന് വരെ ഇവിടെ h ആണ്. അപ്പം ഞാൻ ഈ ഒരു കൈനറ്റിക് എനർജി ഫ്രീക്വൻസി തമ്മിലുള്ള ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. MCQ ആയിട്ട് ചോദിക്കാം. കൈനറ്റിക് എനർജി ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫില് അതിന്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ, ആ ഒരു ലൈനിന്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ മക്കളെ? നമുക്ക് കിട്ടുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ y ഇന്റർസെപ്റ്റ് എന്താ കിട്ടുന്നത്? -ϕ0 അല്ലേ. അതായത് നമ്മുടെ വർക്ക് ഫംഗ്ഷൻ. ഓക്കെ അല്ലെ? നെഗറ്റീവ് വർക്ക് ഫംഗ്ഷൻ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? y ഇന്റർസെപ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്കറിയാം ഒരു എന്താണ് എനർജി പ്രൊഡ്യൂസ് അല്ലെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ അവിടെ എന്താണ്? ഒരു മിനിമം ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് ഇത്. കണ്ടോ, ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ അങ്ങോട്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടി വരും. ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് y ഇന്റർസെപ്റ്റ്. ഇവിടെ സ്ലോപ്പ്, ഇതിന് തമ്മിലുള്ള സ്ലോപ്പ് h ആണെന്നും y ഇന്റർസെപ്റ്റ് ആയിട്ട് കിട്ടുന്ന വർക്ക് ഫംഗ്ഷൻ ആണെന്നും അറിഞ്ഞിരിക്കാം. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷൻ മനസ്സിലായല്ലോ. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് കൂടോടാ? കൈനറ്റിക് എനർജി കൂടും. മിനിമം ഫ്രീക്വൻസി വേണം. എന്തിനാണ്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാൻ. അതിനെ വിളിച്ച പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രീക്വൻസിയും കഴിഞ്ഞു. ആനോഡ് പൊട്ടൻഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയടാ. When a metallic surface is illuminated with the radiation of wavelength lambda, ഒരു മെറ്റാലിക് സർഫസ് എന്ത് ചെയ്യുന്നു? ഇലൂമിനേറ്റ് ചെയ്യുന്നു. ഏതാണ്? റേഡിയേഷന്റെ വേവ്ലെങ്ത് എന്താണ്? ലാംഡയാണ്. ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് V. അപ്പോൾ ഉള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? V ആണ്. ഇഫ് ദ സെയിം സർഫസ് ഈസ് ഇലൂമിനേറ്റഡ് വിത്ത് റേഡിയേഷൻ ഓഫ് വേവ്ലെങ്ത് 2 ലാംഡ, ആ സെയിം സർഫസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 ലാംഡ റേഡിയേഷൻ വെച്ച് ഇലൂമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V/4 ആണ്. Then the threshold wavelength of the metallic surface is, എങ്കിൽ threshold wavelength എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുന്നത് എന്താടാ? hν - ϕ0 ആണ്. ഇതാണ് നമ്മുടെ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പൊ നമ്മൾക്ക് ഇവിടെ കൈനറ്റിക് എനർജി എങ്ങനെ കൊടുക്കാം?
EV0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജിയുടെ റിലേഷൻ എന്തോ EV0. അപ്പൊ ഫസ്റ്റ് കേസ് 1 എനിക്ക് എങ്ങനെ എഴുതാടാ? കൈനറ്റിക് എനർജിക്ക് വരും EV0, അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V ആണ്. അപ്പൊ EV is equal to H into അവിടെ വേവ് ലെങ്ത് ലാംഡയാ റേഡിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ HC/λ, ന്യൂവിന് വരെ എനിക്ക് C/λ കൊടുക്കാം. HC/λ മൈനസ് എന്ത് കൊടുക്കാടാ? ത്രെഷോൾഡ് വേവ് ലെങ്ത് അല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ സെയിം സർഫസ് തന്നെയല്ലേ, 50 മാറോ ഇല്ല. എനിക്ക് HC/λ ത്രെഷോൾഡ് വേവ് ലെങ്ത് ആയതുകൊണ്ട് 50 വരെ HC/λ0 എന്ന് കൊടുക്കാം. ഇത് കേസ് 1. കേസ് 2 എനിക്ക് എങ്ങനെ കൊടുക്കാം മക്കളെ പറയടാ? കേസ് 2 എങ്ങനെ കൊടുക്കാം? അവിടെ കൈനറ്റിക് എനർജി EV0 അല്ലേ, പക്ഷെ അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നോക്ക് V/4 ആണ്. അപ്പൊ ഈ V/4 is equal to HC by അവിടുത്തെ ലാംഡ എത്ര മക്കളെ? 2 ലാംഡയാണ്, മൈനസ് HC/λ0. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടുന്ന് ഈ ഇക്വേഷനിൽ ഈ വിക്ക് പകരം ഈ വിയുടെ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്തൂടെടാ. ഇതിപ്പോ ഇക്വേഷൻ 1 ആണെങ്കിൽ ഇക്വേഷൻ 1 ഈ വിക്ക് എന്തുണ്ട്? HC/λ മൈനസ് HC/λ0 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതെടുത്ത് ഇവിടെ കൊടുക്കാം, ഇവിടെ ഈ വിക്ക് പകരം കൊടുക്കാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടുമെടാ? HC/4λ മൈനസ് HC/4λ0 1/4 കൊണ്ട് എന്ത് ചെയ്ത് അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്തു. ഈസിക്കൽ ടു HC/2λ മൈനസ് HC/λ0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എനിക്ക് എന്ത് ചെയ്യാടാ? എനിക്ക് HC/λ0 ഈ കൊണ്ടുവരാം. അപ്പൊ HC/λ0 മൈനസ് HC/4λ0 ഈസ് ഈക്വൽ ടു HC/2λ, ഈ HC/4λ ഇനി വരും, മൈനസ് HC/4λ. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 4λ നമുക്ക് ഇവിടെ രണ്ടിടത്ത് ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4HC മൈനസ് HC എത്ര വരും? 3HC ഡിവൈഡഡ് ബൈ 4λ0 ഈസിക്കൽ ടു ഇവിടെ എന്ത് ചെയ്യാം? രണ്ടിടത്ത് ഒരു 2 കൊണ്ട് ഈ ഒരു ഇക്വേഷനിൽ രണ്ടിടത്ത് മൾട്ടിപ്ലൈ 2HC ബൈ അപ്പൊ 4λ എന്ന് വരും. 2HC HC പോയാൽ HC, അപ്പൊ HC/4λ. രണ്ടിടത്തുനിന്നും HC വെട്ടിക്കളയാം. ഓക്കെ അല്ലേ? 4ഉം വെട്ടിക്കളയാം. അപ്പൊ 3/λ0 ഈസ് ഈക്വൽ ടു 3/λ0 ഈസ് ഈക്വൽ ടു 1/λ എന്ന് കിട്ടിയില്ലേ? കിട്ടി. ഇവിടുന്ന് 3λ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ? λ0 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി ത്രെഷോൾഡ് വേവ് ലെങ്ത് λ0 എന്ന് പറയുന്നത് എത്ര മക്കളെ? 3λ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ? അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. നമ്മൾ ഇപ്പൊ പറഞ്ഞായിരുന്നു നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇന്റൻസിറ്റി, ഫ്രീക്വൻസി, ആനോഡ് പൊട്ടൻഷ്യൽ. ഇനി നമ്മുടെ ഇപ്പൊ നമ്മൾ കൈനറ്റിക് എനർജിക്ക് EV0 പഠിച്ചില്ലേ? ആ EV0 V0 ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ ചില ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് മക്കളെ ഇന്റൻസിറ്റി. ഏതാണ്? ഇന്റൻസിറ്റി. ഇവിടെ നോക്കി, ഇന്റൻസിറ്റി കൂടിയാൽ കൈനറ്റിക് എനർജിക്ക് എന്തെങ്കിലും സംഭവിക്കും. നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞതാ, ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കൈനറ്റിക് എനർജി ഫ്രീക്വൻസി മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്റൻസിറ്റി കൂടിയെന്ന് പറഞ്ഞ് കൈനറ്റിക് എനർജിക്ക് ഒന്നും സംഭവിക്കില്ല. കൈനറ്റിക് എനർജി റിമെയിൻസ് സെയിം. അങ്ങനെ കൈനറ്റിക് എനർജി സെയിം ആയിട്ട് ഇരുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ് EV0 അല്ലെ? അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? റിമെയിൻസ് സെയിം. അതും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഇന്റൻസിറ്റി കൂട്ടിയാൽ. ഓക്കെ അല്ലെ? അപ്പൊ അവര് തമ്മിലുള്ള ഗ്രാഫ് നോക്കിയടാ. ഇന്റൻസിറ്റി ഇവിടെ കൂട്ടുന്നുണ്ട്, I3 > I2 > I1. പക്ഷെ മൂന്നിനും കിട്ടിയ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ്. കാരണം എന്താ? ഇന്റൻസിറ്റി കൂടിയെന്ന് പറഞ്ഞ് കൈനറ്റിക് എനർജി മാറത്തില്ല. കൈനറ്റിക് എനർജി മാറാത്തതുകൊണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറത്തില്ല. കണ്ടോ? ഇവിടെ വെച്ച് നോക്കണം, ഫോട്ടോ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഫോട്ടോ കറണ്ട്, ഇവിടെ ഇത്രയായി, അപ്പൊ ഫോട്ടോ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഇന്റൻസിറ്റി കൂടും. അതുകൊണ്ടാണ് I3 > I2 > I1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫോട്ടോ കറണ്ട് കൂടുതൽ, അപ്പൊ അതിന്റെ ആയിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ. ഈ ഒരു റിലേഷൻ, അതായത് ഒരു ഗ്രാഫ് തന്നിട്ട് ഇന്റൻസിറ്റിയുടെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം. ഫോട്ടോ കറണ്ട് ആർക്കാണോ കൂടുതൽ ഇവിടെ നോക്കിയാൽ മതി. ഇതിപ്പോ OA, ഇത് B, ഇത് C എന്നിട്ട് OC അല്ലേ ഏറ്റവും വലുത്. അപ്പൊ OCയിലെ ഫോട്ടോ കണ്ട കൂടുതൽ, അപ്പൊ I3 ആയിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ. സോ I3 > I2 > I1 എന്നായിരിക്കും ഇന്റൻസിറ്റിയുടെ ഓർഡർ വരിക. അവിടെ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തതാണ് ഫ്രീക്വൻസി. എന്താ മക്കളെ ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷൻ? ഫ്രീക്വൻസി കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും? മസ്റ്റ് ആയിട്ട് എനർജി കൂടും. കാരണം കൈനറ്റിക് എനർജി ആരെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഫ്രീക്വൻസി കൂടുവാണെങ്കിൽ എനർജി എന്ത് ചെയ്യൂടാ? കൂടും. എനർജി കൂടിയ കൈനറ്റിക് എനർജി കൂടത്തില്ലേ? കൈനറ്റിക് എനർജി കൂടും. അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കൂടും. അതാ ഇവിടെ തന്നിട്ടുള്ളത്. നോക്ക്, ഇവിടെ ഫ്രീക്വൻസി അവർ പറഞ്ഞിട്ടുണ്ട് ν3 > ν2 > ν1 ആണെന്ന്. ν3 അക്രോസ് ഉള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് V03. ν2 അക്രോസ് ഉള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് V02. ν1 അക്രോസ് ഉള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് V01. എങ്കിൽ നമുക്ക് പറയാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ഓർഡർ എങ്ങനെ ആയിരിക്കും? V03 > V02 > V01 ആയിരിക്കും.
കണ്ടോ, ഇതായിരിക്കും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അവിടെ സാച്ചുറേഷൻ കറണ്ട് ഇത് എന്തായിരിക്കും, സെയിം ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റ് ആയിരിക്കും കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ സാച്ചുറേഷൻ കറണ്ട് എന്തായതടാ, സെയിം ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫ്രീക്വൻസി ഓക്കെ അല്ലേടാ? ഓക്കെ. അടുത്തതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫാണ് അടുത്തത് നോക്കാൻ പോകണം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യം നമ്മുടെ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്തിലാക്കണം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആക്കി മാറ്റണം. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ എന്താ, EV0 = h nu - h nu 0. കാരണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ടേംസിലാണ് കൈനറ്റിക് എനർജി എഴുതുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെ എഴുതുന്നത്, EV0 എന്ന് എഴുതുന്നതാണ്. അവിടെ നിന്ന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ മാത്രം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടിടത്തും എന്ത് ചെയ്യണം, രണ്ട് LHSലും RHSലും എന്ത് ചെയ്യണം, E വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഇവിടുന്ന് ഇയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് V0 എന്ന് കിട്ടും. V0 = h/e nu - h/e nu 0 എന്ന് കിട്ടും. അതായത് എന്താ എനിക്ക് കിട്ടിയിട്ടുള്ളത്, V0 = h/e nu മൈനസ് h/e nu 0 എന്ന് പറഞ്ഞാൽ h nu 0 എന്താ, 50 ആണ് അല്ലെ? അപ്പൊ -50 വർക്ക് ഫംഗ്ഷൻ ബൈ ഇ എന്നാ കിട്ടിയത്. ഇനി ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള y = mx + c ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ വൈക്ക് പകരം ഇവിടെ ഉള്ള ആരാ, V0 ആണ്. അപ്പൊ നമ്മുടെ y ആക്സിസിൽ തന്നെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത്. ഇനി mx, എക്സിന് പകരം ഇവിടെ ഉള്ളത് ന്യൂ ആണ്. കണ്ടോ, x ആക്സിസിൽ ഫ്രീക്വൻസി അല്ലേ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. അപ്പം y x എന്താ, കറക്റ്റ് തന്നെയാണ്. ഇനി എക്സിന്റെ കൂടെ കിടക്കുന്ന ആളാണ് m. m എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പ് ആണ്. അപ്പൊ ഇവിടെ സ്ലോപ്പിന് പകരം ഉള്ള ആൾ ആരാടാ, h/e ആണ്. അപ്പൊ ആ കാര്യം മസ്റ്റ് ആയിട്ട് നോക്കണം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിൽ അവിടെ സ്ലോപ്പ് കിട്ടുക എന്ന് പറയുന്നത് എന്താ മക്കളെ, h/e ആണ്. h/e എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടുത്തെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. ആ സ്ലോപ്പിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, h/e ആയിരിക്കും. നേരത്തെ നമ്മൾ കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് പഠിച്ചപ്പോ നമ്മൾ അവിടെ എന്താ പറഞ്ഞ, അവിടുത്തെ സ്ലോപ്പ് കിട്ടുന്നത് എന്തെന്നാടാ പറഞ്ഞേ, അവിടുത്തെ സ്ലോപ്പ് കിട്ടുന്നത് h ആണ്. അപ്പൊ കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസി ആണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും, അതുപോലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസി ആണ് തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും എടാ, നമ്മുടെ h/e ആയിരിക്കും. hന്റെ വാല്യൂ നമുക്കറിയാം 6.6 × 10⁻34. ഇയുടെ വാല്യൂ നമുക്കറിയാം 1.6 × 10⁻19. അപ്പൊ ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും മക്കളെ, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇവിടെ y ഇന്റർസെപ്റ്റ് കിട്ടുന്ന ആരാ നോക്ക്, -50/e അല്ലേ y ഇന്റർസെപ്റ്റ് കിട്ടുന്നത്. സോ നമുക്ക് പറയാം ഇവിടെ ഈ വാല്യൂ, ഈ ഒരു കുത്തുള്ള ഈ വാല്യൂ എന്താ, -50/e ആണ്. ഇതെന്താണ്, ത്രെഷോൾഡ് ഫ്രീക്വൻസി nu 0 ആണ്. ഓക്കെ അല്ലേ? ഈ ഗ്രാഫ് ക്ലിയർ ആയില്ലേടാ? സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ സ്ലോപ്പ് കിട്ടുക എന്തായിരിക്കും, h/e ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഗ്രാഫിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് സ്ലോപ്പ് എന്താ തരുന്നതെന്ന് നോക്കിയാൽ അവിടുത്തെ y ഇന്റർസെപ്റ്റ് എന്താന്ന് ചോദിക്കാം. ഗ്രാഫ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ABC കൊടുത്തിട്ട് AB അല്ല ഏതെങ്കിലും ചോദിക്കാം. അപ്പൊ ഗ്രാഫ് വ്യക്തമായി പഠിച്ചേക്കുക. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിൽ സ്ലോപ്പ് കിട്ടുന്നത് h/e ആയിരിക്കും. അവിടുത്തെ y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, -50/e ആയിരിക്കും. കണ്ടോ, താഴെ നെഗറ്റീവ് സൈനിലാണ്. ഇനി മറ്റേ ഗ്രാഫ് കൈനറ്റിക് എനർജി ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിൽ അവിടെ സ്ലോപ്പ് കിട്ടുന്നത് എന്തായിരിക്കും മക്കളെ, നമ്മുടെ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ അവിടെ y ഇന്റർസെപ്റ്റ് വർക്ക് ഫംഗ്ഷൻ അത് നെഗറ്റീവിലായിരിക്കും, -50 ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ആ ഗ്രാഫ് നമ്മൾ ക്ലിയർ ആയി. ഇനി അടുത്ത് നമ്മളൊരു ക്വസ്റ്റ്യനിലോട്ടാ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ. ഇത് ഫിഗർ ഷോസ് ഈ പ്ലോട്ട് ഓഫ് ഫോട്ടോ കറന്റ് വേഴ്സസ് ആനോഡ് പൊട്ടൻഷ്യൽ. ഫോട്ടോ കറണ്ടും ആനോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാഫ് പോലെ തന്നെ. or a photosensitive surface for 3 different radiations. അവിടെ 3 different radiations തന്നിട്ടുണ്ട്. കാണാം, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. 3 different radiationsന്റെ photo current versus anode potentialന്റെ ഗ്രാഫ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Which one of the following is a correct statement? ഇതിന്റെ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ നമുക്ക് 3 ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. 4ാമത്തെ ഓപ്ഷൻ കുഴപ്പമില്ല. ഈ 3 ഓപ്ഷൻ വെച്ച് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് റേഡിയേഷൻസിന് ഫ്രീക്വൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെയാ ഡിപെൻഡ് ചെയ്യുന്ന? ഫ്രീക്വൻസിയാണ്. കാരണം ഫ്രീക്വൻസിയാണ് എന്ത് ഡിപെൻഡ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഇക്വേഷനിലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരുന്നത്. അപ്പൊ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും മക്കളെ? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടേ ഫ്രീക്വൻസി ഒന്നാന്നല്ലേ അർത്ഥം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഇതിന്റെ രണ്ടിനെ ഫ്രീക്വൻസി ഒന്നാണെന്ന് അർത്ഥം. അപ്പൊ എക്കും ബിക്കും എന്തായിരിക്കും മക്കളെ? സെയിം ഫ്രീക്വൻസി ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, എ ആൻഡ് ബി റെപ്രസെന്റ് ഇൻസിഡന്റ് റേഡിയേഷൻ ഓഫ് ഡിഫറെന്റ് ഫ്രീക്വൻസി. അപ്പോഴേ ഈ ഓപ്ഷൻ തെറ്റിപ്പോയി. ഓക്കെ അല്ലേ? കാരണം രണ്ടിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം, അപ്പൊ മസ്റ്റ് ആയിട്ട് രണ്ടിന്റെ ഫ്രീക്വൻസി സെയിം ആയേ പറ്റൂ. ഇവിടെ നോക്ക്, കർവ് എ ആൻഡ് ബി റെപ്രസെന്റ് ഇൻസിഡന്റ് റേഡിയേഷൻസ് ഓഫ് സെയിം ഫ്രീക്വൻസി. കണ്ടോ, അവിടെ സെയിം ഫ്രീക്വൻസി
ഫ്രീക്വൻസി എന്ന് പറഞ്ഞില്ലേ അതുവരെ അപ്പൊ അത് കറക്റ്റ് ആണ്. ബട്ട് ഓഫ് ഡിഫറെന്റ് ഇന്റൻസിറ്റീസ് എന്നും വരണം. നമുക്ക് നോക്കാം എയുടെ ഗ്രാഫ് ഏതാണ് മക്കളെ, ഇതാണ്. ബിയുടെ ഗ്രാഫ് ഇതാണ്. നമുക്ക് രണ്ടിന്റെ സാച്ചുറേഷൻ കറണ്ട് ഡിഫറെന്റ് അല്ലേ, ഇതിന്റെ സാച്ചുറേഷൻ കറണ്ട് ഇങ്ങനെ പോകും, ഇതിന്റെ സാച്ചുറേഷൻ കറണ്ട് ഇതാ അല്ലെ, രണ്ടിന്റെ ഫോട്ടോ കറണ്ട് ഡിഫറെന്റ് അല്ലേ. ഫോട്ടോ കറണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് അവരുടെ ഇന്റൻസിറ്റി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ. എയ്ക്കും ബിക്കും എന്താണ്, ഫ്രീക്വൻസി സെയിം ആണ്. ഓക്കെ അല്ലേ, പക്ഷെ എയ്ക്കും ബിക്കും എന്താണ്, ഇന്റൻസിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി നമ്മുടെ കറക്റ്റ് ആണ്. സിയും കൂടെ നോക്ക്. കർവ് ബി ആൻഡ് സി റെപ്രസെന്റ് ഇൻസിഡന്റ് റേഡിയേഷൻ ഓഫ് ഡിഫറെന്റ് ഫ്രീക്വൻസി ആണോ, ഇതാണ് ബി, ഇതാണ് സി. രണ്ടിന്റെ ഡിഫറെന്റ് ഫ്രീക്വൻസി ആണ്. ഇതിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇങ്ങോട്ട് വരും, അപ്പൊ അതിന്റെ ഡിഫറെന്റ് ഫ്രീക്വൻസി ആവും. ബി സിയും ഡിഫറെന്റ് ഫ്രീക്വൻസി തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ഇന്റൻസിറ്റി ആണോടാ. നോക്ക്, ഇതിന്റെ ഗ്രാഫ് കണ്ട് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുക, ഈ ബിയുടെ ഗ്രാഫ് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുക. രണ്ടിന്റെ ഫോട്ടോ കണ്ട് സാച്ചുറേഷൻ കണ്ട് സെയിം അല്ലേ, അപ്പൊ രണ്ടിന്റെ ഇന്റൻസിറ്റി സെയിം ആയിരിക്കത്തില്ലേടാ, ആയിരിക്കും. ബിയുടെയും സിയുടെയും ഇന്റൻസിറ്റി എന്തായിരിക്കും മക്കളെ, സെയിം ആയിരിക്കും. എയുടെയും ബിയുടെയും ഫ്രീക്വൻസി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ വെച്ചത് എന്തായിപ്പോയി, തെറ്റായിപ്പോയി. സോ നമ്മുടെ ആൻസർ ഏത് തന്നെയാടാ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ കർവ് തന്നു കണ്ടോ, ഇങ്ങനെ നമുക്ക് ഗ്രാഫിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കർവ് തന്നിട്ട് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അവിടെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഇനി മറ്റു നോക്കുമ്പോൾ രണ്ടിന്റെ ഫോട്ടോ കറണ്ട് ഏകദേശം സെയിം ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ ഇന്റൻസിറ്റി സെയിം ആയിരിക്കും. ഇന്റൻസിറ്റി ഡിപെൻഡ് ചെയ്യുന്ന ഫോട്ടോ കറണ്ടിനെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിപെൻഡ് ചെയ്യുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ ആണെന്ന് മസ്റ്റ്. ഇനി തിരിഞ്ഞു പോകാതെ തന്നെ ഓർത്തിരിക്കണം. ഓക്കെ അല്ലേടാ. ഓക്കെ, അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഗ്രാഫ് ആണ്. നമ്മൾ പ്ലസ് ടുലൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരുന്നു. കാരണം മസ്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ഗ്രാഫിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് നേച്ചർ ഓഫ് മെറ്റീരിയൽ. എന്താ മക്കളെ, നേച്ചർ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ നേച്ചർ അനുസരിച്ചിട്ടുള്ള ഗ്രാഫാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ന്യൂ സീറോ എന്ന് കൊടുത്തിട്ടുണ്ട്, കാണത്തില്ല, ഞാൻ കൊടുക്കാം. ഇത് മെറ്റൽ എയുടെ ആണ്, നമുക്ക് ന്യൂ എ എന്ന് കൊടുക്കാം. ഇത് മെറ്റൽ ബിയുടെ ആയതുകൊണ്ട് ന്യൂ ബി എന്നും കൊടുക്കാം. ഓക്കെ അല്ലേടാ. ഓക്കെ, അപ്പൊ ഇത് ന്യൂ സീറോ എ, ഇത് ന്യൂ സീറോ ബി, ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. അപ്പൊ പറഞ്ഞേടാ, ഇതിൽ ആരാണ് ന്യൂ സീറോ എ ആണോ ന്യൂ സീറോ ബി ആണോ കൂടുതൽ, ന്യൂ സീറോ ബി അല്ലേ. അപ്പൊ എനിക്ക് പറയാം ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് മെറ്റൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ എന്ന് പറയാം. ഓക്കെ അല്ലേ, അതായത് മെറ്റൽ ബിയുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ് കൂടുതൽ മെറ്റൽ എയെ വെച്ച് നോക്കുമ്പോൾ. നമുക്കറിയാം 50, അതായത് എന്താണ് നമ്മുടെ വർക്ക് ഫംഗ്ഷൻ ഇക്വേഷൻ എന്താണ്, എച്ച് ന്യൂ സീറോ ആണ് അല്ലെ. ഇവിടുന്ന് എച്ച് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 50 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ സീറോ എന്ന് പറഞ്ഞൂടെ. അതായത് ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് വർക്ക് ഫംഗ്ഷൻ കൂടുമെന്ന് നമുക്ക് പറയാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിയുടേതാ കൂടുതലെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം വർക്ക് ഫംഗ്ഷൻ ആരുടെ ആയിരിക്കും ഇവിടെ കൂടുതൽ, വർക്ക് ഫംഗ്ഷൻ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ. ഇതായിരുന്നു എപ്പോഴും ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫ് വന്നിട്ട് 2-3 ഇപ്പൊ മെറ്റലൊക്കെ വരയ്ക്കും, ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇവിടെ, ഫ്രീക്വൻസി ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് മെറ്റൽ എ, മെറ്റൽ ബി, മെറ്റൽ സി ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ചോദിക്കുക ഇതിൽ ആരുടെ വർക്ക് ഫംഗ്ഷനാ കൂടുതൽ, ആരുടെ ആയിരിക്കും നോക്കണം. ഇതിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആയത്, ബിയുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആയത്, സിയുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആയത്. അപ്പൊ ഇവിടെ ആരുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാ കൂടുതൽ, സിയുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാ കൂടുതൽ. സോ നമുക്ക് പറയാം വർക്ക് ഫംഗ്ഷൻ ഓഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ. ഓക്കെ അല്ലേ. അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയുടെ നേച്ചറിന്റെ ഗ്രാഫ് തന്നാൽ അവിടുത്തെ വർക്ക് ഫംഗ്ഷൻ ആരെയാ കൂടുതൽ, അല്ലെ വർക്ക് ഫംഗ്ഷൻ ആണ് ആ ഒരു മെറ്റീരിയലിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് നേച്ചർ. അപ്പൊ അത് വെച്ച് നമുക്ക് വർക്ക് ഫംഗ്ഷന്റെ ഓർഡർ ചെയ്താൽ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, അതായത് നമ്മളിപ്പോ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് മാറ്റർ ഒക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ആയിട്ടിരിക്കുക. ഇനി നമ്മൾ വേവ് നേച്ചർ ഓഫ് മാറ്ററിലോട്ട് പോകണം. ഓക്കെ അല്ലേ. വേവ് നേച്ചർ ഓഫ് മാറ്റർ. വേവ് നേച്ചർ ഓഫ് മാറ്ററിൽ നമുക്കറിയാം എല്ലാ മെറ്റീരിയൽ പാർട്ടിക്കിൾസിനും എന്തുണ്ടാവും, ഒരു വേവ് അസോസിയേറ്റഡ് ആണ്. അപ്പൊ എനിക്കും എന്തുണ്ട്, ഒരു വേവ് ഉണ്ട്. പക്ഷെ എന്റെ മാസ് വലിയ മാസ് ആയതുകൊണ്ടാണ് എനിക്ക് ആ വേവ് നേച്ചർ കാണാൻ പറ്റാത്തത്. പക്ഷെ കുഞ്ഞു മാസമുള്ള ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ എടുത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ആൽഫ പാർട്ടിക്കിൾ ഒക്കെ എടുത്താൽ അതിന്റെ മാസ് ഒക്കെ വളരെ ചെറുതായതുകൊണ്ട് അവരുടെ വേവ് നേച്ചർ എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളത് വേവ് അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഇൻ മോഷൻ ആർ കാൾഡ്. അവരുടെ ആ ഒരു വേവ്സിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ, മാറ്റർ വേവ്സ് അല്ലെങ്കിൽ ഡി Broglie waves. The waves associated with the material particles in motion are called matter waves അല്ലെങ്കിൽ എന്താ, de Broglie waves. ഇനി അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ വേവ് ലെങ്ത് ആൻഡ് their wavelength is called, ആ ഒരു വേവ് ലെങ്തിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ, de Broglie wavelength. de Broglie ഹൈപ്പോത്തസിസ് ആണ് ഇവിടെ പറയുന്നല്ലേ, de Broglie അത് കണ്ടുപിടിച്ചത്. de Broglieയുടെ വേവ് ലെങ്തിന്റെ ഇക്വേഷൻ എന്താ, ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ എം വി, അല്ലെങ്കിൽ എം വിക്ക് വരും മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, മൊമെന്റം ആണ്. സോ h ബൈ പി എന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കറിയാം മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയായിരുന്നല്ലോ. എന്താടാ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ,
പി സ്ക്വയർ ബൈ 2m ആണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നോക്കാം. അപ്പൊ ഇവിടുന്ന് പി സ്ക്വയർ ഈസ് ഇക്വൽ ടു മൊമെന്റത്തിന്റെ സ്ക്വയർ ഈസ് ഇക്വൽ ടു എങ്ങനെ എഴുതാം? 2m കൈനറ്റിക് എനർജി എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇവിടുന്ന് മൊമെന്റം പി ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും? √2m ke എന്ന് കിട്ടത്തില്ലേ? കിട്ടും. അപ്പൊ നമുക്ക് മൊമെന്റത്തിന് പകരം കൈനറ്റിക് എനർജിയുടെ ടേംസിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാടാ? h/√2m ke എന്ന് കൊടുക്കാം. ഇനി കൈനറ്റിക് എനർജിക്ക് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പഠിച്ച ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഇക്വൽ ടു EV0 ആണ്. അപ്പൊ ചാർജ് ഇപ്പൊ Q ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? QV എന്ന് എഴുതാം. സ്റ്റോപ്പ് പൊട്ടൻഷ്യൽ V ആണെങ്കിൽ QV എന്ന് എടുക്കാം. സോ h/√2m QV. അപ്പൊ ഈ 4 ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ലാംഡയുടെ h/mv, mvക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? മൊമെന്റ് ഇട്ട് കൊടുക്കാം. സോ h/p. ഇനി പിയും കൈനറ്റിക് എനർജി, മൊമെന്റും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ് P ഈസ് ഇക്വൽ ടു √2m ke. അപ്പൊ h/√2m ke. ഇനി കൈനറ്റിക് എനർജിക്ക് വരെ നമുക്ക് QV ഇട്ട് കൊടുക്കാം. സോ h/√2m QV. ഓക്കെ അല്ലേ? ഡി ബ്രോഗ്ലി വേവിൽ നിന്ന് ഈ 4 ടേംസ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് അവർ പറയാണ് മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് h/p വെച്ച് ചെയ്യാം. കൈനറ്റിക് എനർജി ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് h/√2m QV വെച്ച് ചെയ്യാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയാന്ന് വിചാരിക്കും. എങ്കിൽ നമ്മൾ ലാംഡയുടെ ഇക്വേഷൻ ഏതെടുക്കണം? h/√2m QV എടുക്കണം. അപ്പൊ നമുക്ക് ഏതാണോ ക്വസ്റ്റ്യനിൽ വേണ്ടുന്നത്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഏതാ കോൺസ്റ്റന്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് വെച്ച് നമ്മൾ ഇതിൽ ഓരോ ഇക്വേഷനും ഇട്ട് കൊടുക്കാൻ അറിയിക്കണം. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ h/√2m QV എടുക്കുക. കൈനറ്റിക് എനർജി ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നെങ്കിൽ h/√2m ke എടുക്കുക. മാസോ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുമെങ്കിൽ h/mv എടുക്കുക. അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/√2m QV പഠിച്ചില്ലേടാ? പഠിച്ചു. ഈ ഇക്വേഷനിൽ നമുക്ക് ഇലക്ട്രോണിന്റെ വേവ് ലെന്താ കണ്ടുപിടിക്കണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിന്റെ വേവ് ലെന്താണ് കണ്ടുപിടിക്കണ്ടെങ്കിൽ ലാംഡ ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ എച്ചിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെടാ? എത്രയാ? 6.6 × 10⁻34 അല്ലെ? മാസ് നമുക്ക് അറിഞ്ഞൂടെ? എന്താ അത്രയും മാസ്? ഇലക്ട്രോണിന്റെ മാസ് എത്രയാ? 9.1 × 10⁻31. ഇനി ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് അറിഞ്ഞൂടെ? എത്രയാ? 1.6 × 10⁻19. അപ്പൊ H നമുക്കറിയാം, മാസ് അറിയാം, Q അറിയാം. അതായത് ഇവിടുത്തെ H2mq ഇതെല്ലാം വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലാംഡ ഇലക്ട്രോൺ ഈസ് ഇക്വൽ ടു നമുക്കൊരു കുഞ്ഞ് ഇക്വേഷൻ കിട്ടും. എന്താ? 12.27 ഡിവൈഡഡ് ബൈ √v എന്ന് കിട്ടും. ഈ കിട്ടുന്നത് ലാംഡ എന്തിലായിരിക്കും? ആംസ്ട്രത്തിലായിരിക്കും. ആ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇരുന്ന് ഇലക്ട്രോണിന്റെ കേസ് ആണെങ്കിൽ ഈ വാല്യൂ എല്ലാം ഇട്ട് ചെയ്തോണ്ടിരിക്കാതെ ഇലക്ട്രോൺ ആണ് പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോണിന്റെ വേവ് ലെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ വാല്യൂ ഒക്കെ ഇട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഇക്വേഷൻ ആയത് 12.27 ഡിവൈഡഡ് ബൈ √v ആംസ്ട്രം. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേവ് ലെന്ത് എന്തിലാണ്? ആംസ്ട്രത്തിലാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇക്വേഷൻ ഓർത്ത് നമുക്ക് പറഞ്ഞ് പഠിക്കണം. 12.27 ബൈ √v ആംസ്ട്രം. ഓക്കെ അല്ലേ? ഓക്കെ. അത് ഇലക്ട്രോണിന്റെ കേസിൽ. ഇനി ഒരു തെർമൽ ന്യൂട്രോൺ എടുക്കുകയാണ്. നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നത്. തെർമോഡൈനാമിക്സിലൊക്കെ നമ്മൾ പറഞ്ഞത് കൈനറ്റിക് തിയറിയിലൊക്കെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തെന്നാണ് നമ്മൾ പഠിച്ചത്? കൈനറ്റിക് എനർജി ഈസ് ഇക്വൽ ടു 3/2 kBt എന്നൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും വെച്ച് നമ്മൾ എന്ത് പഠിച്ചു? 3/2 kBt എന്ന് പഠിച്ചു. അപ്പൊ ഇവിടുന്ന് ലാംഡ ഈസ് ഇക്വൽ ടു h/√2m കൈനറ്റിക് എനർജി അല്ലേടാ? കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 3/2 kBt ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് 2 വെട്ടി പോകത്തില്ല. അപ്പൊ എന്ത് കിട്ടും? h/√3m kBt നേട്ടം. h/√3m kBt നേട്ടം. അതാണ് ഇവിടെ തെർമൽ ന്യൂട്രോണിന്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. ലാംഡ ഈസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ? എന്തുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു h/√3m kBt. ഇലക്ട്രോണിന്റെ കേസിലാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 12.27 ഡിവൈഡ് ബൈ √v ആംസ്ട്രം. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷനും നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പത്തിന് ഇപ്പൊ പറയാം, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതുപോലെ ആൽഫ പാർട്ടിക്കിൾ, ഈ 3 കേസാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളത്. പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള വേവ് ലെന്തിന്റെ റേഷ്യോ ചോദിക്കാറുണ്ട്. ന്യൂട്രോണും ആൽഫ പാർട്ടിക്കിളും തമ്മിലുള്ള വേവ് ലെന്തിന്റെ റേഷ്യോ ചോദിക്കാറുണ്ട്. അതുപോലെ പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളും തമ്മിലുള്ള ഡി ബ്രോഗ്ലി വേവ് ലെന്തിന്റെ റേഷ്യോസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വേവ് ലെന്തിന്റെ റേഷ്യോ ചോദിക്കുമ്പോൾ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്ത് ചെയ്യുന്ന എന്താ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം നമുക്ക് ആകെ 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യനുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കൊരു എളുപ്പത്തിനാണ്. പ്രോട്ടോൺ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മാസ് എം, ചാർജ് ക്യൂ ആയിട്ട് എടുക്കാം. പ്രോട്ടോൺ ആണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ഒരു പ്രോട്ടോണേ ഉള്ളൂ. അപ്പൊ എന്താണ്? മാസ് എം, ചാർജ് ക്യൂ ആയിട്ട് എടുക്കാം.
ഇനി ഡ്യൂട്രോൺ എന്ന് പറയുകയാണെങ്കിൽ എന്തെടുക്കണോടാ? അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഇല്ലേ? ന്യൂട്രോണ് ചാർജ് ഇല്ല, അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് മാത്രമേ ഉള്ളൂ, അപ്പൊ ക്യൂ തന്നെ അവിടെയും ചാർജ്. പ്രോട്ടോണും ന്യൂട്രോണും മാസ് ഇല്ല, അപ്പൊ 2m വരത്തില്ലേ? സോ 2m ഉം q ഉം വരും. പ്രോട്ടോൺ ആണെങ്കിൽ m ഉം q ഉം, ഡ്യൂട്രോൺ ആണെങ്കിൽ 2m ഉം q ഉം. ഇനി നമുക്ക് ആൽഫ പാർട്ടിക്കിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ ഇസ് ഇക്വലന്റ് ടു ദ ന്യൂക്ലിയസ് ഓഫ് ഹീലിയം. ഹീലിയത്തിന്റെ ന്യൂക്ലിയസിന് ഇക്വലന്റ് ആണ്. അപ്പൊ ഹീലിയത്തിന്റെ ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? 2 പ്രോട്ടോണും ഉണ്ട്, 2 ന്യൂട്രോണും ഉണ്ട് ഇല്ലേ? അപ്പൊ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 4 പേരില്ലേ? അപ്പൊ 4m ആണ്. അപ്പൊ 4m ആണ് അവിടുത്തെ മാസ് ആയിട്ട് നമ്മൾ എടുക്കുക. ന്യൂട്രോണ് ചാർജ് ഇല്ല, പ്രോട്ടോണ് മാത്രം ചാർജ്, അപ്പൊ ആ 2 മാത്രം പോരെ. സോ 2q ആണ് ചാർജ്. ഓക്കെ അല്ലേടാ? അപ്പൊ പ്രോട്ടോൺ ആണെങ്കിൽ m ഉം q ഉം, ഡ്യൂട്രോൺ ആണെങ്കിൽ 2m ഉം q ഉം, ഇനി ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ 4m ഉം 2q ഉം. ഇത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ക്വസ്റ്റ്യൻസിന് ഇപ്പൊ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പറയുന്നത് നമുക്ക് വെട്ടിക്കളഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ മാസിന് 1.66 × 10⁻⁻27 ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് ചെയ്യേണ്ടി വരും. ഇതറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടിക്കളഞ്ഞ് നമ്മുടെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ വേവ് ലെങ്തിന്റെ ആ ഒരു ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ കൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇനി എന്തിലോട്ട് പോകാം? അതിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി, എ പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ ആർ ആക്സിലറേറ്റഡ് ത്രൂ ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കണ്ടോ? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ആര് കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇത് റേഷ്യോ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പൊ എന്റെ മക്കള് പറഞ്ഞേ, ഇവിടെ വേവ് ലെങ്തിന്റെ ഏത് ഇക്വേഷൻ എടുക്കുക? നമ്മൾ ഒരുപാട് ഇക്വേഷൻ പഠിച്ചല്ലേ? നമുക്ക് എല്ലാ ഇക്വേഷനും ഇങ്ങോട്ട് എഴുതാം. h/p ഉണ്ട്, h/mv ഉണ്ട്, h/√2m ke ഉണ്ട്, h/√2m qe ഉണ്ട്. ഈ 4 ഇക്വേഷൻ നമ്മൾ പ്രധാനമായി പഠിച്ചത്. അപ്പൊ ഇവിടെ നമ്മള് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ഇക്വേഷൻ എടുക്കാം? നമുക്കറിയാം ഉറപ്പായിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതായിരിക്കും? h/√2m qe ആയിരിക്കും. കാരണം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ടൈം ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഈസ് ഈക്വൽ ടു h/√2m qe ആണ് നമ്മൾ ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിട്ട് നമുക്ക് എഴുതാം. ലാംഡ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു h കോൺസ്റ്റന്റ് അല്ലേ? അതെ. 2 കോൺസ്റ്റന്റ് അല്ലേ? v ഇവിടെ കോൺസ്റ്റന്റ് ആയില്ലേ? അപ്പൊ 1/√mq എന്ന് എഴുതാം. m ഉം q ഉം മാറും, പ്രോട്ടോൺ ആൽഫയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ലാംഡ p ബൈ ലാംഡ ആൽഫയാണ്. അപ്പൊ എങ്ങനെ എഴുതോടാ? ലാംഡ p ബൈ ലാംഡ ആൽഫ ആകുമ്പോ 1 എന്തെഴുതാം? നമുക്ക് ആദ്യം ലാംഡ p ലാംഡ ആൽഫയും കണ്ടുപിടിക്കാം. കാരണം ചില കുട്ടികൾക്ക് അതും ഡൗട്ട് വരും. അപ്പൊ ലാംഡ p ആകുമ്പോ എന്തൊരു ഇക്വേഷൻ? ലാംഡ p is directly proportional to 1/√mp/qp. അതുപോലെ ലാംഡ ആൽഫ ആകുമ്പോഴോ ലാംഡ ആൽഫ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/m ആൽഫ q ആൽഫ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റേഷ്യോ എടുക്കാം. 1/2 എടുത്താൽ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ 1/2 എടുത്താൽ ലാംഡ p ബൈ ലാംഡ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുമെടാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പൊ √m ആൽഫ q ആൽഫ ഡിവൈഡഡ് ബൈ mp/qp എന്ന് കിട്ടും. കിട്ടിയോടാ? കിട്ടി. അപ്പൊ ഇവിടുന്ന് ഇനി നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പഠിച്ചായിരുന്നു ആൽഫയ്ക്ക് നമ്മൾ എത്ര ഇട്ട് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞത്? നമുക്ക് ഇത് റൂട്ട് ഫുൾ ആക്കി ഇടാവേ. അപ്പൊ ആൽഫയ്ക്ക് എത്ര ഇട്ട് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞത്? 4m കൊടുക്കണമെന്ന്. ചാർജ് എത്രയാന്നാ പറഞ്ഞ? ആൽഫയുടെ ആകുമ്പോ 2q എന്ന് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ? ഡിവൈഡഡ് ബൈ പ്രോട്ടോണിന്റെ മാസ് എത്രയാ മക്കളെ? m ആണ്. ചാർജ് എത്രയാണ്? q ആണ്. ഇനി പറയടാ, ഈ qവും വെട്ടിപ്പോവും, m ഉം വെട്ടിപ്പോവും. അപ്പൊ എന്ത് കിട്ടും? √8/1 എന്ന് കിട്ടും. കിട്ടത്തില്ല? ഇതിനെ എങ്ങനെ എഴുതാടാ? √8:1 എന്ന് എഴുതാം. √8:1. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? കണ്ടോ? ഇപ്പൊ നമ്മളിത് പഠിച്ചു വെച്ചതിന്റെ ഉപയോഗം മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്യൂവിനൊക്കെ വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കുറെ ടൈം പോകും. ഇതായപ്പോ നമ്മൾ വെട്ടിക്കളഞ്ഞ് നമ്മൾ നേരെ എന്തിലോട്ട് എത്തി? ആൻസറിലോട്ട് എത്തി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ. An electron of mass m and a photon are same energy E. ഇവിടെ നോക്കടാ, അവിടെ എന്തോ സെയിം എന്ന് പറഞ്ഞിട്ടുള്ള എനർജി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിന് ഒരു മാസ് m ഉള്ള ഇലക്ട്രോണ് ഫോട്ടോണ് അവിടെ എനർജി സെയിം ആണ്. The ratio of de Broglie wavelength associated with them is, അതായത് അവർക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡി ബ്രോഗ്ലി വേവ്ലെങ്തിന്റെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ലാംഡ ഇ ബൈ ലാംഡ പി. ഇലക്ട്രോണും ഇവിടെ ലാംഡ പി എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെയും ഫോട്ടോണിന്റെയും വേവ്ലെങ്തിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ ഇലക്ട്രോണിന്റെ വേവ്ലെങ്തിന്റെ ഇക്വേഷൻ എന്താടാ? ലാംഡ ഈസ് ഈക്വൽ ടു, ഇവിടെ എനർജി ആയിട്ടുള്ള റിലേഷനിൽ നമ്മൾ ഏതാണ്ട് h/√2m. കൈനറ്റിക് എനർജിക്ക് വേണ്ടി നമുക്ക് ഇ ഇട്ട് കൊടുക്കാം. h/√2m E ആണ് നമ്മുടെ എന്തിന്റെ? ഇലക്ട്രോണിന്റെ വേവ്ലെങ്തിന്റെ ഇക്വേഷൻ.
ഫോട്ടോണിന്റെ ഇക്വേഷൻ എന്ത് വരും? ലാംഡ പി ഈസിക്കൽ ടു നമുക്കറിയാം എനർജി ഈസിക്കൽ ടു എന്താണ്? ഫോട്ടോണിന്റെ എച്ച് ന്യൂ ആണ്. അപ്പൊ ഇ ഈസിക്കൽ ടു എച്ച് സി ബൈ ലാംഡ എന്ന് എഴുതിയ ലാംഡ ഈസിക്കൽ ടു എന്ത് കിട്ടും? എച്ച് സി ബൈ ഇ എന്ന് കിട്ടും അല്ലെ? സോ നമുക്ക് ഇവിടെ എഴുതാം എച്ച് സി ബൈ ഇ എന്ന്. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് റേഷ്യോ എടുക്കാം. ലാംഡ ഇ ബൈ ലാംഡ പി ഈസിക്കൽ ടു എന്ത് കിട്ടും? എച്ച് ബൈ റൂട്ട് 2m ഇ ഡിവൈഡഡ് ബൈ എന്താണ്? എച്ച് സി ബൈ അല്ലെ? അപ്പൊ ഈ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ഇ ബൈ എച്ച് സി. ഇവിടുന്ന് എച്ചും വെട്ടി പോകത്തില്ലേടാ. ഇവിടുന്ന് ഒരു ഇയും ഇവിടുത്തെ റൂട്ട് ഇയും വെട്ടി ഇവിടെ ഒരു റൂട്ട് ഇ വരത്തില്ലേ? അപ്പൊ എന്ത് കിട്ടും? റൂട്ട് ഓഫ് ഇ ബൈ 2m ഇൻറ്റു 1/c എന്ന് വരത്തില്ലേ? ഇൻറ്റു 1/c എന്ന് വരും. അപ്പൊ ആൻസർ എന്ത് കിട്ടുവേടാ? ലാംഡ ഇ ബൈ ലാംഡ പി ഈസിക്കൽ ടു ഇ ബൈ 2m റൂട്ടിനെ നമുക്ക് എന്ത് എഴുതാം? റൈസ് ടു 1/2 എന്ന് എഴുതാം ഇൻറ്റു 1/c. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ? ആൻസറില് 1/c ഇ ബൈ 2m റൈസ് ടു 1/2 ഉണ്ടോടാ? ഉണ്ട്. സോ ആൻസർ ഏത് വരെ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? കണ്ടോ ഇവിടെ റേഷ്യോ നമ്മൾ എടുത്തുണ്ട്. ഇവിടെ ഇപ്പൊ ഫോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള കേസ് വെച്ചത് എനർജി സെയിം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏത് വേവ്ലെങ്തിന്റെ ഏത് റിലേഷൻ എടുത്തു? ഇലക്ട്രോണിന് എച്ച് ബൈ റൂട്ട് 2m എന്നുള്ള റിലേഷൻ എടുത്തു. ഫോട്ടോൺ ആകുമ്പോൾ എച്ച് സി ബൈ ഇ ആണ്. പിന്നെ നമ്മൾ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് കിട്ടി ലാംഡ ഇ ബൈ ലാംഡ പി ഈസിക്കൽ ടു ഇ ബൈ 2m ദ ഹോൾ റൈസ് ടു 1/2 ഇൻറ്റു 1/c. ഇവിടെ ഇപ്പൊ ഇലക്ട്രോണിന്റെ ഫോട്ടോണിന്റെ റേഷ്യോയുടെ വേവ്ലെങ്ത് ഇത് വേണമെങ്കിൽ ഒരു എന്താണ് ഇക്വേഷൻ ആയിട്ട് ഷോർട്ട് നോട്ടിലൊക്കെ എഴുതി വെച്ചോ. ഇലക്ട്രോണിന്റെ ഫോട്ടോണിന്റെ എനർജി സെയിം ആണെങ്കിൽ അവരുടെ വേവ്ലെങ്തിന്റെ റേഷ്യോ ആണ് ഇ ബൈ 2m ദ ഹോൾ റൈസ് ടു 1/2 ഇൻറ്റു 1/c. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The de Broglie wavelength of an electron moving with a velocity 2.25 into 10 raised to 8 meter per second is equal to the wavelength of a photon. The ratio of kinetic energy of the particle to the energy of photon is. അതായത് ഇവിടെ എന്താ ഒരു ഇലക്ട്രോൺ 2.25 into 10 raised to 8 meter per second പോകുന്ന വെലോസിറ്റിയിൽ പോകുന്ന ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഫോട്ടോന്റെ വേവ്ലെങ്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലാംഡ ഇ ഈക്വൽ ടു ലാംഡ ഫോട്ടോൺ ആണ്. എങ്കിൽ ആ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാടാ? ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോൺ ടു ദ എനർജി ഓഫ് ഫോട്ടോൺ. ഇലക്ട്രോണിന്റെ എനർജിയും ഫോട്ടോണിന്റെ എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തറിയാടാ? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പി സ്ക്വയർ ബൈ 2m എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്തൂടെ? കൊടുക്കാം. അവിടെ നിന്ന് പിക്ക് എച്ച് ബൈ ലാംഡ ഇട്ട് കൊടുത്തൂടെ? ഡി ബ്രോഗ്ലി വേവ്ലെങ്തിന്റെ ഇക്വേഷനിൽ എച്ച് ബൈ ലാംഡ ഇട്ട് കൊടുത്തൂടെ? അപ്പം എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ വേവ്ലെങ്ത് സെയിം അല്ലേ രണ്ടിടത്ത്? അപ്പൊ ലാംഡയ്ക്ക് നീ ഒന്നും കൊടുക്കണ്ട. ലാംഡ സ്ക്വയർ എന്ത് കിട്ടും? 2m എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഫോട്ടോണിന്റെ എനർജി ആകുമ്പോ എന്താ ഇക്വേഷൻ? എച്ച് സി ബൈ ലാംഡ അല്ലേ? അതെ. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയില്ലേടാ? ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. നമുക്ക് 1/2 എടുത്തുകൂടെ? എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ എനർജി ഓഫ് പ്രോട്ടോൺ. അതാണ് ക്വസ്റ്റ്യൻ. ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ 2m ഇൻറ്റു റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു ലാംഡ ബൈ എച്ച് സി. ഇവിടുന്ന് എച്ചും ക്യാൻസൽ ആയി പോകും. ഒരു ലാംഡയും ക്യാൻസൽ ആയി പോകും. പോകത്തില്ലേ? അപ്പൊ എനിക്ക് എന്ത് കിട്ടുവാടാ? എച്ച് ഡിവൈഡഡ് ബൈ 2m ലാംഡ സി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എച്ച് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം അല്ലേ? അപ്പൊ പി ബൈ 2m സി എന്ന് കിട്ടും. ക്ലിയർ അല്ലേടാ? പി ബൈ 2m സി എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഇനി നമുക്ക് ലാംഡ അല്ല, നമുക്ക് എനർജിയുടെ റേഷ്യോ അല്ലേ? അപ്പൊ എനർജി, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ എങ്കിൽ ആ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഫോട്ടോൺ ഇസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ 2mc എന്ന് കിട്ടി. പി ഡിവൈഡഡ് ബൈ 2mc എന്ന് കിട്ടി. പിക്ക് വരെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ മൊമെന്റോ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2mc. ഇവിടുന്ന് എമ്മും പോയിട്ട് നമുക്ക് എന്തിട്ട് കൊടുക്കാം? v ബൈ 2c എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അവര് തമ്മിലുള്ള റിലേഷൻ കിട്ടി. എന്താണ്? v ഡിവൈഡഡ് ബൈ 2c എനർജി. അതായത് നമുക്ക് എന്താ തന്നിട്ടുള്ള വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടിയടാ? v ബൈ 2c എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഈ v c ഒക്കെ അറിയാലോ, അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു v എത്രയാ മക്കളെ? സ്പീഡ് ഇവിടെ എത്രയാണ്? വെലോസിറ്റിയിൽ പോകുന്നത് എത്രയാ? 2.25 into 10 raised to 8 divided by 2 into c യുടെ വാല്യൂ നമുക്കറിയാം 3 into 10 raised to 8. 2.25 3യും വെട്ടി ഇവിടെ എത്ര കിട്ടും? 0.75 എന്ന് കിട്ടും. 0.75 എനിക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. അപ്പൊ 3/4 into 2 10 raised to 8 രണ്ടിടത്തും വെട്ടിപ്പോ ദാറ്റ് ഈസ് 3/8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ആൻസർ ഏത് വരെടാ? ഓപ്ഷൻ സി 3/8 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു വേവ് ലെങ്ത് സെയിം ആണ്, അവിടെ എനർജിയുടെ റേഷ്യോ ഉണ്ട്. അപ്പൊ നമ്മൾ വേവ് ലെങ്ത് സെയിം ആക്കി വെച്ചിട്ട് അവരുടെ റേഷ്യോ എന്ത് ചെയ്തു? ആദ്യം അവരുടെ റേഷ്യോയ്ക്ക് ഒരു റിലേഷൻ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയ റിലേഷൻ ആണ് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ്
പാർട്ടിക്കിൾ. ഇപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ അവരുടെ റിലേഷൻ V/2c എന്നാണ്. V/2c. അപ്പൊ ആ റിലേഷനിൽ വെച്ച് നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടിയടാ? 3/8 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ സി ആയി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. What is the de Broglie wavelength of the electron accelerated through a potential difference of 100 volt? 100 volt ആണ് potential difference എങ്കിൽ ആ ഒരു ഇലക്ട്രോണിന്റെ de Broglie wavelength എത്രയാണെന്ന് നമുക്കറിയാം. ഇലക്ട്രോണിന്റെ de Broglie wavelength നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചായിരുന്നു. 12.27 divided by √2v ആംസ്ട്രോം. ഓക്കെ അല്ലേ? ഓക്കെ. 12.27 divided by ഇവിടെ v എത്രയാ? 100. അപ്പൊ √100 ആംസ്ട്രോം. √100 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 12.27 divided by 10 ആംസ്ട്രോം. അത് എത്ര കിട്ടും? 1.227 ആംസ്ട്രോം എന്ന് കിട്ടും. 1.227 ആംസ്ട്രോം. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മൾ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു ചാപ്റ്റർ. അതായത് മോണോഫിസിലെ ഏറ്റവും ട്രിക്കി അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഡേവിസൺ ആൻഡ് ജർമ്മൻ എക്സ്പെരിമെന്റ് ഒക്കെ എന്താണ്? ഡിലീറ്റഡ് ടോപ്പിക് ആണ്. അപ്പൊ ഈ ചാപ്റ്റർ എല്ലാവരും മസ്റ്റ് ആയിട്ട് നോക്കുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.